Hello my dear students. ചെല്ലയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയ ഒരു ടോപ്പിക്കുമായിട്ടാണ് ഇന്നത്തെ സെഷൻ ഇവിടെ വന്നിട്ടുള്ളത്. ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇൻ്റഗ്രൽസും 3 ഡയമെൻഷണൽ ജോമെട്രീസ് എല്ലാം മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എക്സാമിന് വേണ്ടി ഏകദേശം നിങ്ങൾ ആ 2 ചാപ്റ്റർ സെറ്റാക്കി കാണുമെന്നാണ് വിശ്വസിക്കുന്നത്. അടുത്ത ചാപ്റ്ററും ഇതേപോലെ തന്നെ നമ്മൾ അന്നത്തെ 2 ചാപ്റ്റർ നോക്കിയതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചാപ്റ്ററും സെറ്റാക്കി നിങ്ങളുടെ കയ്യിലേക്ക് മിസ് തരാനായിട്ട് പോവുകയാണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് പാടാണെന്നാണ് എല്ലാവരും ഏകദേശം അഭിപ്രായം എന്ന് പറയുന്നത്. ഇൻ്റഗ്രൽസ് പാടാണ് മിസ്, അതേപോലെ തന്നെയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നതും. സോ അതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ടുള്ളവർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകട്ടെ എന്ന് വിചാരിക്കുകയാണ്. സോ ഈ ക്ലാസ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് കാണുക. എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഫുള്ള് നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് കിട്ടും. ഏകദേശം നമുക്കൊരു 5 to 6 മാർക്സ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക. ഒരു പേപ്പറും പേനയൊക്കെ എടുത്ത് വെച്ച് സെറ്റ് ആയിട്ടിരുന്നോ. അപ്പോൾ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും ഡെറിവേറ്റീവ്സ് എന്താണ്, ഇൻ്റഗ്രൽസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? ഡെറിവേറ്റീവ്സ് ഇൻ്റഗ്രൽസ് എന്ന് പറയുമ്പോൾ dy/dx അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടേമിൻ്റെ ഡെറിവേറ്റീവ് ആണ് നമ്മൾ അവിടെ പറയുന്നത്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കണ്ടോ, dy/dx നമ്മൾ ഇൻ്റഗ്രൽസിനകത്തും ഡെറിവേറ്റീവ്സിനകത്തും ഒക്കെ d/dx എന്ന് പറയുന്നത് നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? ഇവിടെ എന്ന് പറയുമ്പം തന്നിരിക്കുന്ന ഇക്വേഷനിൽ എന്ത് കാണും? dy/dx തന്നിട്ടുണ്ടാകും. ഓക്കെ, സോ നമുക്ക് ആ ഒരു ഇക്വേഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇറ്റ്സ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, റൈറ്റ്? സോ നോക്കിക്കേ, dy/dx is equal to g of x എന്ന ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ആ ഇക്വേഷൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് പറയാൻ പറ്റും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷൻ തരുമ്പോൾ dy/dx എന്ന ടേം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാം മക്കളെ? ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വിളിക്കാം. സോ ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് ജസ്റ്റ് ഒന്ന് വായിക്കാം. ഫോർ എ ഗിവൻ ഫംഗ്ഷൻ g, find a function f such that dy/dx is equal to g of x where y is equal to f of x. y is equal to f of x ആണ്. അതിന്റെ ഡെറിവേറ്റീവ് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് എന്ത് ടേം ആണ് മക്കളെ വരിക? dy/dx ആണ് കേട്ടോ. ആ dy/dx-നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് സിമ്പിൾ ആയിട്ട് നമ്മൾ വിളിക്കുന്നത്. സോ നിങ്ങൾ ആ ചാപ്റ്റർ ഏകദേശമൊക്കെ കിട്ടിയിട്ടിരിക്കുമായിരിക്കും. ഭയങ്കര ഡെപ്തിൽ ഞാനൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് പറഞ്ഞു പോവുകയാണ്. ജസ്റ്റ് നോക്കിക്കേ, ഞാനിവിടെ 3 ഇക്വേഷൻസ് മിസ് തന്നിട്ടുണ്ട്. ഇക്വേഷൻ ശ്രദ്ധിച്ചേ. x square minus 3x plus 3 is equal to 0, sin x plus cos x is equal to 0, x plus y is equal to 7. അപ്പോൾ മുകളിൽ കൊടുത്തിട്ടുള്ള എല്ലാ ഇക്വേഷൻസും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എക്സ് സ്ക്വയർ മൈനസ് 3x plus 3 എന്ത് ഇക്വേഷൻ ആണത്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഇതൊരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഇക്വേഷൻസ് ആണ്. ഇത് ഒരു ലീനിയർ ഇക്വേഷൻ ആണ് അല്ലെ? ഡിഗ്രി 1 ആയിട്ടുള്ള ഇക്വേഷൻസിനെ നമ്മൾ പറയുന്നത് ലീനിയർ ഇക്വേഷൻസ് എന്നാണ്. ഡിഗ്രി 2 ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് വിളിക്കും. 4ാമത്തെ ഇക്വേഷൻ ശ്രദ്ധിച്ചേ. എക്സ് ഇൻറ്റു dy/dx പ്ലസ് y ഈസ് ഈക്വൽ ടു 0. എന്തുണ്ട് ഇവിടെ? dy/dx ഉണ്ട്. സോ dy/dx ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഇക്വേഷനെ എന്ത് വിളിക്കും എന്നാ പറഞ്ഞേ? ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, സോ അത്രേ ഉള്ളൂ. ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഇൻട്രോ ആയിട്ട് നിങ്ങൾക്ക് അത്രയും മാത്രം മതി. ഇനി നമുക്ക് നോക്കാനായിട്ട് പോകുന്നത്, ഒരു ഇക്വേഷനകത്ത് dy/dx എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു അല്ലേ? ഇനി ഇതിന് പകരം y ഡാഷ്, y ഡബിൾ ഡാഷ്, y ട്രിപ്പിൾ ഡാഷ് എന്നിങ്ങനെയുള്ള ടേംസ് തന്നാലും നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് വിളിക്കാൻ പറ്റും. എന്താ നമുക്ക് y ഡാഷ് എന്ന് പറയുന്നത്? y ഡാഷ് മീൻസ് dy/dx. ഇത് കൊടുത്തിട്ടുണ്ട് ഇവിടെ. dy/dx-നെ നമ്മൾ കൊടുക്കുന്ന ടേം എന്ന് പറയുന്നത് y ഡാഷ് ആണ്. d സ്ക്വയർ y/dx സ്ക്വയർ എന്ന് പറയുന്നത് y ഡബിൾ ഡാഷ് ആണ്. d ക്യൂബ് y/dx ക്യൂബ് എന്ന് പറയുന്നത് y ട്രിപ്പിൾ ഡാഷ് ആണ്. അപ്പോൾ y ഡാഷ്, y ഡബിൾ ഡാഷ്, y ട്രിപ്പിൾ ഡാഷ് ഇങ്ങനെയുള്ള ടേംസ് നമുക്കൊരു ഇക്വേഷനകത്ത് തന്നിട്ടുണ്ടെങ്കിലും ആ ഇക്വേഷനെ എന്താണെന്നാണ് വിളിക്കുന്നത്? ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമുക്ക് മെയിൻ ആയിട്ടും ഈ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയാനുള്ളത്. ഇനി ഞാൻ നോക്കിക്കോ, ഓർഡർ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ്. നിങ്ങൾക്ക് 1 മാർക്ക് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ട് അതിന്റെ ഓർഡറും ഡിഗ്രിയും കണ്ടുപിടിക്കുക എന്നുള്ളത്. സോ ഓർഡറും ഡിഗ്രിയും എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കിയാലോ? ശ്രദ്ധിച്ചേ. dy/dx is equal to e raised to x. dy/dx എന്ന് പറയുന്നത് e raised to x ആണെന്നാണ് തന്നിരിക്കുന്നത്. ഇതിന്റെ ഓർഡർ എന്താണ്? 1 ആണ് കേട്ടോ.
മീൻസ് ഡി വൈ ബൈ ഡി എക്സ്. ഇതിനകത്ത് ഡി വൈ ബൈ ഡി എക്സ് മീൻസ് ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡർ എന്നാണ് പറയുന്നത്. ഡി സ്ക്വയർ മീൻസ് ഇതാ നോക്കിക്കേ 2 വന്നു അല്ലേ. ഇവിടെ എന്താണ് ആക്ച്വലി 1 ആണ്. അപ്പൊ അതുകൊണ്ട് ഓർഡർ 1 ആണ്. ഇവിടെ 2 കൊടുത്തിട്ടുണ്ട്. സോ ഓർഡർ എത്ര ആയിരിക്കും? 2 ആയിരിക്കും. ഇനി ഇതാ ഇവിടെ നോക്കിക്കേ ഡി ക്യൂബ് വൈ ഉണ്ട് അല്ലേ. ഡി ക്യൂബ് മീൻസ് 3 ആണ്. സോ ഓർഡർ എത്ര മക്കളെ? 3 ആണ് കേട്ടോ. സോ ഇവിടെ നമുക്ക് ഓർഡർ 3 വന്നു, ഇവിടെ ഓർഡർ 2 വന്നു, ഇവിടെ ഓർഡർ 1 വന്നു. സിമ്പിൾ ആയിട്ട് ഓർഡർ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത് സെറ്റായോ? 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് അത് കിട്ടും. ഓക്കെ അല്ലേ? ശരി, നമുക്ക് ഡിഗ്രിയിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യനെ തന്നെ ഡിഗ്രി ഞാനൊന്ന് പറഞ്ഞു പോകാം. ഡി വൈ ബൈ ഡി എക്സ് നമ്മൾ ഓർഡർ എന്ന് പറഞ്ഞു അല്ലേ, അതിന്റെ ഓർഡർ 1 ആണെന്ന് പറഞ്ഞു. സോ നമ്മൾ എടുക്കുന്ന ആ ഒരു ടേമിന്റെ പവർ നോക്കുക. ഇവിടെ പവർ ആയിട്ട് വന്നിട്ടുള്ളത് എന്താണ്? 1 ആണ്. സോ ഡിഗ്രി ഇവിടെ എന്താ? 1 ആണ്. ഇവിടെയും നമുക്ക് പവർ 1 ആണ്. സോ ഡിഗ്രി അവിടെ എന്താണ്? 1 ആണ്. ഇത് ഇവിടെ നോക്കിക്കേ, നമ്മളിവിടെ ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് ആണ് എടുത്തിട്ടുള്ളത്. സോ നമ്മൾ ഇവിടെ നമുക്ക് രണ്ട് ഇക്വേഷൻസിനകത്ത് ഒരു ടേമേ വന്നിട്ടുള്ളൂ, ഡെറിവേറ്റീവിന്റെ വന്നിട്ടുള്ളൂ അല്ലേ. പക്ഷെ മൂന്നാമത്തെ ഇക്വേഷൻ നോക്കിയേ, ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് എന്നും ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്നും കൊടുത്തിട്ടുള്ളത് കണ്ടല്ലോ. സോ അതുകൊണ്ട് നമുക്ക് 2 എണ്ണം വന്നാൽ അതിൽ ഏറ്റവും വലുത് ഏതാണ് എന്നാണ് നോക്കുന്നത്. അപ്പൊ ഡി സ്ക്വയർ ആണോ ഡി ക്യൂബ് ആണോ വലുത്? ഡി ക്യൂബ് ആണല്ലേ. സോ അതാണ് ഓർഡർ ആയിട്ട് നമ്മൾ 3 എടുക്കാൻ കാരണം. ഓക്കെ, സോ നമ്മൾ ഓർഡർ എന്താണോ ടേം എടുത്തത് അതിന്റെ പവർ ആണ് ഡിഗ്രി ആയിട്ട് വരിക. നോക്കിക്കേ, ഇതിന്റെ പവർ എത്രയാണ്? യെസ്, 1 ആണ് അല്ലേ. സോ പവർ എത്രയാണ്? 1. സോ ഡിഗ്രി എത്രയായിരിക്കും? 1 ആയിരിക്കും. പക്ഷെ ഇവിടെ നമ്മൾ ഹയസ്റ്റ് പവർ ആണ് പറയുന്നുണ്ടെങ്കിൽ ഹയസ്റ്റ് പവറുടെ 3 ആണ്. പക്ഷെ നമ്മൾ അത് എടുക്കില്ല. എന്താ കാരണം? നമ്മൾ ഓർഡർ ഏതാണോ ചൂസ് ചെയ്യുന്നത്, മീൻസ് ഓർഡർ ഏതാണോ പറയുന്നത് അതിന്റെ പവർ ആയിരിക്കണം എടുക്കുന്നത്. അതുകൊണ്ട് ഡിഗ്രി തെറ്റാൻ പാടില്ല കേട്ടോ. അപ്പൊ അതാണ് ഡിഗ്രി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഓരോ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് നോക്കാം. ഡി ക്യൂബ് ഉണ്ട്, സ്ക്വയർ ഉണ്ട്, 1 ഉണ്ട്. ക്യൂബ്, സ്ക്വയർ, 1. ഇതിൽ ഏറ്റവും വലുത് ഏതാണ്? ക്യൂബ് ആണ് അല്ലേ. സോ ക്യൂബ് ആയതുകൊണ്ട് ഓർഡർ എന്ത് കൊടുക്കാം? ഓർഡർ 3 എന്ന് കൊടുക്കാം. നമ്മൾ ചൂസ് ചെയ്ത ടേമിന്റെ പവർ എന്താണ്? ഇവിടെ 1 ആണ്. സോ ഡിഗ്രി എത്രയാണ്? 1. ഇനി ഇതാ ഇവിടെ നോക്കിക്കേ, ഡി വൈ രണ്ടും ഡി വൈ ബൈ ഡി എക്സ് തന്നെയാണ്. സോ അവിടെ ഓർഡറിന് 1 തന്നെയാണ്. പക്ഷെ ഇങ്ങനെ സെയിം ആയിട്ടുള്ള ടേംസ് വരുമ്പോൾ ഡിഗ്രി നമ്മൾ നോക്കുവാണെങ്കിൽ അതിൽ ഏറ്റവും വലുത് ഏതാണെന്നാണ് നോക്കേണ്ടത് കേട്ടോ. അപ്പൊ നമ്മളിവിടെ എന്തെടുക്കും? 2 എടുക്കും. ക്ലിയർ ആണോ? കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഇതാ ഇവിടെ നെക്സ്റ്റ് നമുക്കൊരു എക്സെപ്ഷണൽ കേസിലേക്കാണ് പോകുന്നത്. നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ട് അതിൽ നമുക്ക് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനോ അതല്ലെങ്കിൽ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനോടൊപ്പം ഒരിക്കലും എന്ത് വരാൻ പാടില്ല? ഡി വൈ ബൈ ഡി എക്സ് വരാൻ പാടില്ല. ഒന്ന് ശ്രദ്ധിച്ചു മക്കളെ, ഇവിടെ സൈൻ ഓഫ് ഡി വൈ ബൈ ഡി എക്സ് അല്ലേ. സൈൻ ഓഫ് ഡി വൈ ബൈ ഡി എക്സ് മീൻസ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആണ് സൈൻ എന്ന് പറയുന്നത്, ശരിയല്ലേ? അപ്പൊ ആ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെ കൂടെ ഇവിടെ എന്ത് വന്നു? ഡി വൈ ബൈ ഡി എക്സ് വന്നു. ഡി വൈ ബൈ ഡി എക്സ് മീൻസ് ഡെറിവേറ്റീവ് വന്നതുകൊണ്ട് നമുക്ക് ഒരിക്കലും അതിന്റെ ഡിഗ്രി ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. സോ വാട്ട് ഇസ് ദ ഡിഗ്രി ഹിയർ? നോട്ട് ഡിഫൈൻഡ്. നമുക്ക് ഇത് 1 മാർക്കിന് ഡിഗ്രി ആയിട്ട് തന്നെ ചോദിക്കും. ഓർഡർ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഡിഗ്രി പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. പക്ഷെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനകത്ത് നമുക്ക് ഡിഗ്രി പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. ഡിഗ്രി ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചിലപ്പം വരിക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് ഡിഗ്രി? അവിടെ നോട്ട് ഡിഫൈൻഡ് ആണ്. ഇനി ഒരു കാര്യം കൂടി പറയാനുള്ളത്, സൈൻ എക്സ് വന്നു. ഇക്വേഷൻസിനകത്ത് സൈൻ എക്സ് ഉണ്ട്, പക്ഷേ അതിനോടൊപ്പം ഡി വൈ ബൈ ഡി എക്സ് വരാതെ ഡി വൈ ബൈ ഡി എക്സ് സെപ്പറേറ്റ് ആണ് വരുന്നതെങ്കിൽ ഡിഗ്രി അവിടെ ഉണ്ടാകും. അപ്പോൾ ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് ആകാനുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത് ഇതിന്റെ കൂടെ വരാൻ പാടില്ല എന്നുള്ളതാണ്. മീൻസ് കണ്ടില്ലേ, സൈൻ്റെ കൂടെയാണ് ഡി വൈ ബൈ ഡി എക്സ് കൊടുത്തിട്ടുള്ളത്. അതല്ലാതെ നമുക്ക് സൈൻ എക്സ് കൊടുത്തിട്ട് പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിഗ്രി അവിടെ ഡിഫൈൻഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തെറ്റാൻ പാടില്ല കേട്ടോ. ശരി, അപ്പൊ നമുക്ക് ഇവിടെ ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് ആകാനുള്ള കേസസ് ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? സോ നിങ്ങളുടെ കയ്യിലേക്ക് ഓർഡറും ഡിഗ്രിയും എന്ന ടോപ്പിക് നിങ്ങളുടെ കയ്യിൽ സെറ്റ് ആണെന്ന് വിശ്വസിക്കുകയാണ്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അടുത്ത സെഷനിലേക്ക് പോവാം. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ 2024 സേ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Write the order and degree of the differential equation d square y by dx square is equal to dy by dx the whole square plus y square. മിസ് പറഞ്ഞു ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഓർഡർ ആൻഡ് ഡിഗ്രി എന്ന ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന 1 മാർക്ക് നിങ്ങൾക്ക് ഷുവർ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഉണ്ട്, ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്. അപ്പൊ 2 എണ്ണം നമുക്ക് വന്നിരിക്കുന്നത് അല്ലേ. ഇതിൽ ഏറ്റവും വലുത് ഏതാണ്? ഡി സ്ക്വയർ ആണോ ഡി വൈ ആണോ? സ്ക്വയർ ആണ് അല്ലേ. അപ്പൊ ഇവിടെ ഓർഡർ എത്ര ആയിരിക്കും? 2 ആയിരിക്കും. സോ ഓർഡർ എന്ന് പറയുന്നത് 2.
ഓക്കെ, സോ ഇവിടെ ഓർഡർ എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. ഇനി ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്? നമ്മൾ ചൂസ് ചെയ്ത d² അല്ലേ, ഇതിന്റെ പവർ ആയിരിക്കണം ഡിഗ്രി എന്ന് പറയുന്നത്. സോ ഡിഗ്രി ഈസ് ഈക്വൽ ടു 1 ആണ്. ഡിഗ്രി ഈസ് ഈക്വൽ ടു 1. അപ്പൊ ഇത്രയേ ഉള്ളൂ ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. സോൾവ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ട് സോൾവ് ചെയ്യാനാണ് ചോദിക്കുന്നത്. ജസ്റ്റ് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ ചോദിച്ചാൽ നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യുക? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് ഉണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ ഇനി അടുത്തതായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ അത് നോക്കിയോ. എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഈക്വൽസ് എക്സ് ഇ റേസ് ടു എക്സ്. എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എക്സ് ഇ റേസ് ടു എക്സ് അല്ലേ. അപ്പൊ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെയാണ്: ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഈസ് ഈക്വൽ ടു ക്യൂ. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഈസ് ഈക്വൽ ടു ക്യൂ എന്ന ഫോർമാറ്റിലോട്ട് നമ്മൾ ആദ്യം മാറ്റുക. അതിനുശേഷം നമുക്ക് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞ ഒരു കമ്പോണന്റ് കണ്ടുപിടിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഇങ്ങനെയാണ്: ഇ റേസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ്, ഇ റേസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ്, ഇ റേസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇക്വേഷൻ: y ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ q ഇൻറ്റു ഐ എഫ് ഡി എക്സ്. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ സോൾവ് ചെയ്യുക എന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് നോക്കേണ്ട കാര്യം ഈ ഒരു 3 ഇക്വേഷൻ പഠിക്കുക എന്നുള്ളതാണ്. ഈ 3 ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഏത് ടൈപ്പുള്ള സോൾവിങ് ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. മാക്സിമം ഒരു 90% ഈ ഒരു ക്വസ്റ്റ്യൻ 3 മാർക്സിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ നമുക്ക് നോക്കിയ ക്വസ്റ്റ്യൻ ഇതാണ്: എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എക്സ് ഇ റേസ് ടു എക്സ് ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഈസ് ഈക്വൽ ടു ക്യൂ എന്ന ഫോർമാറ്റിലോട്ട് മാറ്റുക എന്നുള്ളതല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കി മക്കൾ, ഇവിടെ ഡി വൈ ബൈ ഡി എക്സിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ? കോയിഫിഷ്യൻസ് ഉണ്ടോ? കോയിഫിഷ്യൻസ് ഇല്ല അല്ലേ. പക്ഷേ ഇവിടെ കോയിഫിഷ്യന്റ് ഇതാ ഇവിടെ ക്വസ്റ്റ്യനകത്ത് ഒരു കോയിഫിഷ്യന്റ് കിടക്കുന്നത് കണ്ടോ? എക്സ് ഉണ്ട് അല്ലേ. സോ നമുക്ക് ആ എക്സിനെ അങ്ങ് റിമൂവ് ചെയ്യാം. ഇക്വേഷൻ ഇങ്ങനെ ആക്കി മാറ്റണമെങ്കിൽ എക്സിനെ എന്ത് ചെയ്യുക? റിമൂവ് ചെയ്യുക. എക്സിനെ റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ ഇക്വേഷനെ നമുക്ക് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, സോ എക്സിനെ ഡിവൈഡ് ചെയ്താൽ എന്താ കിട്ടും നോക്കാം. ഓക്കെ, എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എക്സ് ഇ റേസ് ടു എക്സ് ആണ് അല്ലേ. നമുക്ക് ഹോൾ ഡിവിഷൻ ബൈ എക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ബൈ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഇ റേസ് ടു എക്സ് ബൈ എക്സ് എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പൊ ഇവിടെ നോക്കിക്കോ, ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് നമുക്കിവിടെ y എന്നാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ y മാറ്റിയിട്ട് നമുക്ക് 1/x ഇൻറ്റു y എന്ന് കൊടുക്കാമല്ലോ. ഓക്കെ, സോ നമുക്കിവിടെ ആൻസർ എന്ത് കിട്ടും? ഇ റേസ് ടു എക്സ് എന്ന് കിട്ടും. ഓക്കെ, സോ നമുക്കിവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ്? ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഇസ് ഈക്വൽ ടു ക്യൂ എന്നാണ്. ശരിയല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് പിയുടെ വാല്യൂ എന്ത് കിട്ടും? പി വൈ മീൻസ് പി ഇസ് ഈക്വൽ ടു എത്രയാ? 1/x ആണ്. ശരിയല്ലേ? y ഇൻറ്റു പി എന്നല്ല ഇക്വേഷൻ വരുന്നത്. അപ്പോൾ പി എന്ത് കിട്ടി? 1/x കിട്ടി. ക്യൂ എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് ആണ്. സോ ക്യൂ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ്. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുന്നത് ഇ റേസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ് ആണ്. അപ്പോൾ ഇ റേസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇ റേസ് ടു ഇന്റഗ്രൽ പി എത്രയാണ്? 1/x dx. സോ ഇ റേസ് ടു ഇന്റഗ്രൽ 1/xന്റെ ആൻസർ എത്രയാ? log x ആണ്. സോ ഇ റേസ് ടു log x എന്ന് കിട്ടും. ഇ റേസ് ടു log x ന്റെ ആൻസർ എന്ന് പറയുന്നത് x ആണ് കേട്ടോ. അപ്പൊ നമ്മൾ x എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സോ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എത്രയാണ് കിട്ടിയിട്ടുള്ളത്? x ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ ഇക്വേഷൻ എന്താണ്? മൂന്നാമത്തെ ഇക്വേഷൻ y ഇൻറ്റു integrating factor is equal to integral q into
IF dx. ഓക്കെ, ഇതാണ് നമ്മുടെ അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ അതിനകത്ത് നമുക്ക് ഈ IFഉം Qവും ഒക്കെ ഒന്ന് നമുക്കൊന്ന് ഇട്ട് കൊടുത്ത് നോക്കാം. So y into IF is x അല്ലേ? So y into x is equal to integral IF എത്രയാണ്? IF x ആണ്. Q എന്ന് പറയുന്നത് e raised to x ആണ് അല്ലേ? So x into e raised to x dx എന്ന് കിട്ടും. ഓക്കെ അല്ലേ? So y into x, ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് റൂൾ ആണ് അപ്ലൈ ചെയ്യുന്നത് അല്ലേ? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് ടേം ഇൻറ്റു ഇന്റഗ്രേഷൻ ഓഫ് സെക്കൻഡ് ടേം. ഫസ്റ്റ് ടേം ഇൻറ്റു ഇന്റഗ്രേഷൻ ഓഫ് സെക്കൻഡ് ടേം മൈനസ് ഇന്റഗ്രേഷൻ കൊടുക്കുക. ഇന്റഗ്രേഷൻ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ടേം ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ടേം അല്ലേ? സോ ഇന്റഗ്രൽ ഓഫ് ഇ റേസ് ടു എക്സ് dx. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ഇ റേസ് ടു എക്സിന്റെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് ആണ്. സോ ഇ റേസ് ടു എക്സ് കൊടുത്തു മൈനസ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്താ പറഞ്ഞ? എക്സ് എന്താണ്? 1 ആണ് അല്ലെ? ഇനി ഇ റേസ് ടു എക്സിന്റെ ഇന്റഗ്രേഷൻ വരുന്നത് ഇ റേസ് ടു എക്സ് തന്നെയാണ്. സോ ഇ റേസ് ടു എക്സ് dx. സോ y into x is equal to x ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു എക്സിന്റെ ഇന്റഗ്രേഷൻ എന്താണ്? ഇ റേസ് ടു എക്സ് തന്നെയാണ്. സോ ഇ റേസ് ടു എക്സ് എന്ന് കിട്ടും പ്ലസ് സി. അപ്പോൾ നോക്കി, അതിന് മുന്നേ ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്. y is equal to ഈ x എന്ന് പറയുന്നത് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിരിക്കുകയാണ് അല്ലേ? സോ നമുക്ക് ഹോൾ ഡിവൈഡ് ചെയ്യണ്ടേ? അപ്പൊ എന്താ കിട്ടുന്നത്? x e raised to x by x മൈനസ് e raised to x by x എന്ന് കിട്ടും. സോ y is equal to കട്ട് ചെയ്ത് കളയുമ്പോൾ e raised to x മൈനസ് e raised to x by x പ്ലസ് സി. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. സോ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ട് സോൾവ് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ തന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സോൾവ് ചെയ്ത് y is equal to എന്നുള്ള ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ മാറ്റുവാണ് ചെയ്യുന്നത്. 3 മാർക്സ് ആണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഒന്നും കൂടി പറഞ്ഞു തരാം. നോക്കിയേ, ഞാനിവിടെ ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. 3 ഇക്വേഷൻസ് ആണ്. ജസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഏത് ഫോർമാറ്റിലോട്ടാണ് മാറ്റേണ്ടത്? ഈ ഒരു ഫോർമാറ്റിലോട്ട് മാറ്റണം അല്ലേ? dy/dx പ്ലസ് py is equal to q എന്ന ഫോർമാറ്റിലോട്ട് മാറ്റണം. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അത് dy/dxന് കോഎഫിഷ്യന്റ് ഉണ്ടല്ലോ. ആദ്യം എന്താ ചെയ്യേണ്ടത്? ആ കോഎഫിഷ്യന്റ് നമ്മൾ റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്ത് മാറ്റിയപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ഇക്വേഷൻ ഇതാണ്. അപ്പോൾ py എന്നല്ലേ വൈയുടെ കൂടെയുള്ള കോഎഫിഷ്യന്റ് ആണ് പിയുടെ വാല്യൂ എന്ന് പറയുന്നത്, ശരിയല്ലേ? അപ്പോൾ വൈയുടെ കോഎഫിഷ്യന്റ് ഇവിടെ വന്നിട്ടുള്ളത് 1/x ആണ്. സോ പിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1/x ആയിരിക്കും. ഇനി ഇതെന്ന് പറയുന്നത് എന്താണ്? q ആണ്. q is equal to e raised to x ആണ്. ഓക്കെ, സോ പിയുടെ വാല്യൂ ഉണ്ട്, qയുടെ വാല്യൂ ഉണ്ട്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുക. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ഒരു 3 ഇക്വേഷൻസ് സെറ്റ് ആക്കി നിങ്ങളുടെ കയ്യിൽ വെക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് ഇക്വേഷൻ എന്താ മക്കളെ പറഞ്ഞേ? dy/dx പ്ലസ് py is equal to q. എന്റെ കൂടെ തന്നെ പറഞ്ഞോ, dy/dx പ്ലസ് py is equal to q. പഠിച്ചല്ലോ. രണ്ടാമത്തെ ഇക്വേഷൻ പറയട്ടെ. എന്താണ് രണ്ടാമത്തെ ഇക്വേഷൻ? IF is equal to e raised to integral p dx. ഓക്കെ അല്ലേ? പി നമുക്കറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ആൻസർ കിട്ടുന്നുണ്ട്. ഇവിടെ നിങ്ങൾ അടുത്തൊരു കാര്യം പഠിച്ചു വെക്കേണ്ടത് e raised to log x ന്റെ വാല്യൂ ആണ്. അല്ലെങ്കിൽ e raised to log എന്തോ ആയിക്കോട്ടെ, ലോഗ് കഴിഞ്ഞ് വരുന്നത് എന്താണോ അതായിരിക്കും അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പം ഇവിടെ എക്സിന് പകരം നമുക്ക് sec² x tan x ഏത് വാല്യൂ ആയിക്കോട്ടെ അതാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? y into IF is equal to integral q into IF dx ആണ്. ഇന്റഗ്രൽ q into IF dx. ഈ 3 ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സോൾവിംഗ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. 2 ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴത്തേക്കും പ്രാക്ടീസ് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് 3 മാർക്ക് പ്ലസ് 1 എത്രയാണ്? 4 മാർക്സ് സെറ്റ് ആയില്ലേ? ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് വൺ. 2024 മാർച്ചിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ ഓർഡർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. കണ്ടോ മക്കളെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓർഡർ ആൻഡ് ഡിഗ്രി മസ്റ്റ് ക്വസ്റ്റ്യൻ ആണെന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ തന്നെ പറയില്ലേ ആൻസർ? ശ്രദ്ധിച്ചേ, ഇവിടെ എന്താ വന്നിരിക്കുന്നേ? സൈൻ ഓഫ് dy/dx ആണ്. മിസ് എന്താ പറഞ്ഞത്?
ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെ കൂടെ ഡെറിവേറ്റീവ് വന്നു കഴിഞ്ഞാൽ മീൻസ് dy/dx വന്നു കഴിഞ്ഞാൽ ഡിഗ്രി എന്തായിരിക്കും? നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഓർഡർ ആണ്, എന്നാലും ഞാൻ ഡിഗ്രി ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഡിഗ്രി ചോദിച്ചാൽ എഴുതണമല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഓർഡറിലേക്ക് പോവാം. d²y/dx² ഉണ്ട്, dy/dx ഉണ്ട്. ഏതാണ് വലുത്? d²y/dx² അല്ലേ? അപ്പോൾ അതിന്റെ ഓർഡർ എത്ര ആയിരിക്കും? 2 ആയിരിക്കും. സോ ആൻസർ എന്താണ്? എയുടെ ആൻസർ ഓർഡർ ഈക്വൽസ് 2. ഓക്കെ, സെറ്റ് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ x × dy/dx + 2y = x². ഞാൻ പറഞ്ഞു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ സോൾവ് ചെയ്ത നമ്മൾ ഇക്വേഷൻ നേരത്തെ നമ്മൾ പഠിച്ചു അല്ലേ? ആ സോൾവ് ചെയ്യുന്നതിനകത്ത് പകുതി വരെ വരുന്നതാണ് IF എന്ന് പറയുന്നത്. സോ IF പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാനുള്ള ഇക്വേഷൻ ഉണ്ട്, അടുത്തതിനകത്ത് സോൾവ് ഉണ്ട്. ഓക്കെ, സോ സോൾവ് ചെയ്യാനും നമുക്ക് പറ്റും, IF എന്ന ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ നമുക്ക് 2 + 1 3 മാർക്സ്. ആ സോൾവിംഗ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷന് 3 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്താലോ? x × dy/dx + 2y = x² അല്ലേ? ഓക്കെ, ഇതാ നോക്കിക്കോ. x × dy/dx + 2y = x². ഓക്കെ, ഞാൻ പറഞ്ഞു dy/dxന്റെ കൂടെ എന്ത് വരാൻ പാടില്ല? കോഎഫിഷ്യൻസ് വരാനായിട്ട് പാടില്ല. സോ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? കോഎഫിഷ്യന്റിനെ കട്ട് ചെയ്യുക, എക്സിനെ കട്ട് ചെയ്ത് കളയാം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് എക്സ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ? dy/dx + 2x × y = x²/x. സോ dy/dx + 2x × y = x. ഓക്കെ, ഇവിടെ നമുക്ക് ഇതാണ് P, ഇതാണ് Q. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്ത് ഇവിടം വരെ എത്തി. dy/dx + py = q എന്നാണ് മിസ് പറഞ്ഞ ഇക്വേഷൻ, ഓർക്കുന്നുണ്ടോ? അതിൽ നമുക്ക് yയുടെ കൂടെ വരുന്ന കോഎഫിഷ്യന്റ് ആണ് P എന്ന് പറയുന്നത്, ശരിയല്ലേ? അപ്പൊ ഇവിടെ P യുടെ വാല്യൂ എന്താണ്? 2/x ആണല്ലോ. Q എന്ന് പറയുന്നത് x എന്ന് കിട്ടി. ഇനി നമുക്ക് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ പറഞ്ഞോ? e⁻∫pdx ആണ്. സോ നോക്കാം, e⁻∫pdx ഇന്റഗ്രൽ P എന്ന് പറയുന്നത് 2/x അല്ലേ? സോ 2/x കൊടുക്കാം. 2/x dx 2 കോൺസ്റ്റന്റ് ആണ്. 1/x dx 2 ഇവിടെ കോൺസ്റ്റന്റ് അല്ലേ? സോ നമുക്ക് 2 പുറത്തേക്ക് എടുക്കാം. ഇന്റഗ്രൽ 1/x dx. ഇന്റഗ്രൽ 1/x ആൻസർ എന്താ? log x ആണ്. നമ്മൾ ഇതെല്ലാം ഇന്റഗ്രൽസിനകത്തും ഡെറിവേറ്റീവ്സിനകത്തും ഒക്കെ നമ്മൾ പഠിച്ചിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇക്വേഷൻസ് എല്ലാം പെട്ടെന്ന് ആൻസർ പറയണം കേട്ടോ. അപ്പോൾ e⁻2 log x എന്ന് വന്നു. a log m എന്ന് പറഞ്ഞാൽ a log m എന്താണ്? log m⁻a ആണ്. ഇത് ഞാൻ ഇന്റഗ്രൽസിന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ e⁻log x². ഞാൻ പറഞ്ഞു e⁻log എന്ത് വന്നാലും ആ ഒരു ടേം ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. സോ വാട്ട് ഇസ് ആൻസർ? x² എന്ന് കിട്ടി. അപ്പോൾ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താണ്? x² ആണ്. ഓക്കെ അല്ലേ? 2 മാർക്കാണ് ഇത്രയും സ്റ്റെപ്സ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. നിങ്ങൾക്കൊരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് ഓരോ സ്റ്റെപ്പ് ചെയ്യുന്നതിനുമാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പോൾ സ്റ്റെപ്പ് ഒരിക്കലും സ്കിപ്പായി പോവരുത്. ഓരോ സ്റ്റെപ്പും വെൽ ക്ലിയർ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളുടെ പേപ്പറിനകത്ത് കാണണം. അതേപോലെ തന്നെ ക്ലീൻ ആയിട്ട് തന്നെ എഴുതുക. ഒരേ വരിക്ക് തന്നെ നമ്മളിപ്പോൾ ഒരു ഇക്വേഷൻ ഇങ്ങനെ എഴുതി പോകുമ്പോൾ വ്യക്തമായിട്ട് തന്നെ ഇങ്ങനെ എഴുതി പോവുക കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ സ്റ്റെപ്സിനുമാണ്, ഈ 2 മാർക്കാണെങ്കിൽ ടോട്ടൽ അല്ല, ഓരോ സ്റ്റെപ്സിനും മാർക്ക് സൈഡിൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് വ്യക്തമായിട്ട് തന്നെ നിങ്ങൾ ആൻസർ ഷീറ്റിൽ എഴുതാനായിട്ട് നിങ്ങൾ എല്ലാവരും ശ്രമിക്കുക കേട്ടോ. ഓക്കെ, സോ നമുക്ക് IF കണ്ടെത്തി 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ചെയ്തു കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, അത് സോൾവ് ചെയ്യാനാണ്, മീൻസ് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇവിടം വരെ സെയിം സ്റ്റെപ്സ് തന്നെയാണ്, അതുകൊണ്ടാണ് ഇവിടെ 1 മാർക്ക് കേട്ടോ. അപ്പൊ നമുക്ക് IF കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സോൾവ് ചെയ്യാൻ എന്ത് മതി? y × IF = ഇന്റഗ്രൽ Q × IF dx. ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, സോ y × IF എത്രയാണ് ഇവിടെ? IF x² ആണ് അല്ലേ? സോ IF = x². Q എന്ന് പറയുന്നത് x ആണ്. സോ x × x² dx. ഓക്കെ അല്ലേ? സോ x × x² എത്ര ആൻസർ വരിക? x³ ആണ് അല്ലേ? സോ y × x² = ഇന്റഗ്രൽ x³ dx. ഇന്റഗ്രൽ x³ ആൻസർ എന്താണ്? x⁻⁴/4 അല്ലേ? സോ x⁻⁴
ബൈ 4. ഓക്കെ ആണോ? അപ്പൊ നമുക്കിവിടെ y is equal to എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ നമുക്ക് എക്സ് സ്ക്വയറിനെ ഇവിടെ കൊണ്ടുപോരാം. y is ഇവിടെ നമുക്ക് പ്ലസ് സി ഉണ്ട് കേട്ടോ. സോ y x square is equal to x raised to 4 by 4 plus c. എക്സ് സ്ക്വയർ നമുക്ക് ഡിവൈഡിൽ കൊണ്ടുവരാം. സോ y is equal to എന്ത് കിട്ടും? x raised to 4 by 4 into x square plus c by x square എന്ന് വരും. അപ്പോൾ ഈ x raised to 4 by x square ആൻസർ എത്രയാണ്? x square അല്ലേ? സോ x square വന്നു. ഓക്കെ, എക്സ് സ്ക്വയർ ബൈ 4 എന്ന് വന്നു. നമുക്ക് എക്സ് സ്ക്വയറിനെ നമുക്ക് മുകളിലേക്ക് കൊണ്ടുവരാം. അപ്പൊ എത്ര വരും? എക്സ് റേസ് ടു -2 വരും അല്ലേ? സോ പ്ലസ് സി ഇൻറ്റു എക്സ് റേസ് ടു -2. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. സോ വൈയുടെ ആൻസർ എത്രയാണ്? എക്സ് സ്ക്വയർ ബൈ 4 പ്ലസ് സി ഇൻറ്റു എക്സ് റേസ് ടു -2. അപ്പോൾ വൈയുടെ വാല്യൂ സോൾവ് ചെയ്ത് എഴുതുന്നതിനെയാണ് നമ്മൾ സോൾവിങ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. 2 സെറ്റ് ക്വസ്റ്റ്യൻ ആയപ്പോഴത്തേക്കും ക്ലിയർ ആണോ? ഓക്കെ ആണോ ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ? ഓക്കെ, ശരി. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. റൈറ്റ് ദ ഓർഡർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇനിയുള്ള ക്വസ്റ്റിനകത്ത് നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് കണ്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ആവും. ആ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരാൻ ചാൻസ് ഉള്ളതെന്നുള്ളത് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഓർഡർ ആൻഡ് ഡിഗ്രി എന്നുള്ളത് പക്ക ക്വസ്റ്റ്യൻ ആണെന്നുള്ളത്. ഓക്കെ, സോ ഇനി നിങ്ങൾ തന്നെ ആൻസർ പറഞ്ഞോ. dy by dx ഉണ്ട്, ഇവിടെ dy by dx, d square y by dx square. സ്പീഡപ്പ് ആയിട്ട് ആൻസർ എന്ന് പറഞ്ഞേ. ഓർഡർ എന്താണ്? യെസ്, ഹയസ്റ്റ് എന്ന് പറയുന്നത് 2 ആണ് അല്ലേ? സോ ഓർഡർ എന്ന് പറയുന്നത് ആൻസർ എന്താണ്? 2. ഡിഗ്രി എന്താ മക്കളെ? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ, ഡി വൈ ബൈ ഡി എക്സ്, ഡി വൈ ബൈ ഡി എക്സ്. നമ്മൾ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ് എടുത്തിട്ടുള്ളത്. സോ അതിന്റെ പവർ ഇവിടെ 1 ആണ്. സോ ഞാൻ ഡിഗ്രി കൂടെ എഴുതിയിട്ടേ പോകുന്നുള്ളൂ കേട്ടോ. ക്വസ്റ്റ്യനകത്ത് വന്നിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ടല്ലോ. സോ അതുകൊണ്ട് ഓർഡറും ഡിഗ്രിയും ഒന്ന് പറഞ്ഞു പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് വൈ സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. വീണ്ടും ഞാൻ പറഞ്ഞ കണക്ക് തന്നെ സോൾവിങ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. വീണ്ടും എത്ര മാർക്സ് ആണ്? 3 മാർക്സിനാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പൊ അതാ നോക്കിയോ. dy by dx is equal to 1 plus y square divided by 1 plus x square ആണ് വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനകത്ത് ചെയ്തപ്പോൾ dy by dx plus py is equal to q അങ്ങനെ ഒരു ടേമിലോട്ട് നമുക്ക് പെട്ടെന്ന് മാറ്റാനായിട്ട് പറ്റും. പക്ഷെ ഇവിടെ നമുക്ക് അത് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം എങ്ങനെയായിരിക്കും ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ നോക്കുന്നത്. ഇവിടെ നമുക്ക് dy അല്ലേ വന്നിട്ടുള്ളത്. dy ആണെങ്കിൽ ഡിയുടെ കൂടെ y ടേംസ് കൊണ്ടുപോരുക. dx ആണെന്നുണ്ടെങ്കിൽ dxന്റെ കൂടെ x ടേംസ് കൊണ്ടുപോരുക. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ ആണല്ലോ. അപ്പൊ അതെങ്ങനെയാ നോക്കാം? ക്രോസ് ചെയ്യാമേ. ഈ 1 പ്ലസ് വൈ സ്ക്വയർ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ 1 by 1 പ്ലസ് വൈ സ്ക്വയർ എന്നാണ് കിട്ടുന്നത്. dxനെ നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോരാം. അപ്പൊ എന്ത് വരും? 1 by 1 പ്ലസ് എക്സ് സ്ക്വയർ dx എന്ന് വരും. എന്നിട്ട് രണ്ട് സൈഡ് നമുക്കൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാം. മെത്തേഡ് ക്ലിയർ ആണോ? നേരത്തെ ക്വസ്റ്റ്യനകത്ത് dy by dx plus py is equal to q എന്നുള്ള ഒരു ഫോർമാറ്റിലാണ് നമുക്ക് ആ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു മെത്തേഡ് അവിടെ ആവശ്യമില്ല. ശ്രദ്ധിച്ചോണം, രണ്ട് ക്വസ്റ്റ്യനും സെയിം തന്നെയാണ്, പക്ഷെ ചെയ്യുന്ന മെത്തേഡ്സ് ഡിഫറെൻ്റ് ആണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് മീൻസ് ഡിവൈയുടെ കൂടെ y ടേമും dxന്റെ കൂടെ x ടേമും കൊടുത്തു. രണ്ട് സൈഡും എന്നിട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാനാണ് പോകുന്നത്. ഇന്റഗ്രൽ 1 by 1 plus y square dy. എന്താണ് 1 by 1 plus y square dy? ആൻസർ tan ഇൻവേഴ്സ് മീൻസ് നമ്മൾ പഠിച്ചിട്ടുള്ളത് 1 by 1 plus x സ്ക്വയറിന്റെ ആണ് അല്ലേ? അതിന്റെ ആൻസർ എന്താണ്? tan ഇൻവേഴ്സ് x ആണ് അല്ലേ? അപ്പോൾ 1 by 1 plus y square ആണെങ്കിൽ ആൻസർ എന്താണ്? tan ഇൻവേഴ്സ് y ആണ്. സോ ആൻസർ എന്ത് വരും? tan ഇൻവേഴ്സ് y ഈക്വൽസ്, അടുത്തത് നമുക്ക് tan ഇൻവേഴ്സ് x ആണ് വരുന്നത്. tan ഇൻവേഴ്സ് x പ്ലസ് c എന്നാണ് വരുന്നത്. tan ഇൻവേഴ്സ് y ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് x പ്ലസ് c. ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ. സോൾവ് ചെയ്ത് കിട്ടുന്ന ആൻസർ tan ഇൻവേഴ്സ് y ഈസ് ഈക്വൽ tan ഇൻവേഴ്സ് x പ്ലസ് c. അപ്പോൾ അതാണ് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ശരി, അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും നമുക്ക് ഡിഗ്രിയുടെ ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്കാണ്. മാർച്ച് 2023 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഓർഡർ നോക്കിയേ. ഓർഡർ 2 ആണ് അല്ലേ? ഓർഡർ 2 ആണ്. സോ അതിന്റെ പവർ ഇവിടെ വന്നിരിക്കുന്നത് 3 ആണ്. സോ ആൻസർ എന്താണ്? 3 ആണ്. ആൻസർ 3 ആണ്. ഓക്കെ, 1 മാർക്കിന്റെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy by dx is equal to 1 plus x square 1 plus y square. ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ? നേരത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. 1 plus x square into 1 plus y square ആണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് രണ്ടും
ഡിവിഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അടുത്ത പ്രോഡക്റ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് ഡി എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം, ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. ദാറ്റ് ഈസ് 1/1 + y² dy is equal to 1 + x² into dx എന്ന് കൊടുക്കാം. അപ്പൊ എന്താ പറഞ്ഞത്, dy യുടെ കൂടെ y ടേംസ് കൊടുത്തു, dxന്റെ കൂടെ x ടേംസ് കൊടുത്തു. ഓക്കെ ആണോ? ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ ആണോ? ഒന്നുകൂടി മിസ് പറഞ്ഞുതരാം. dy ദാ ഇവിടെ ലെഫ്റ്റ് സൈഡിലുണ്ട്. അപ്പോ നമുക്ക് ഇവിടെ 1 + y² അല്ലേ y ടേം ആയിട്ട് വരുന്നത്. ഈ 1 + y² എന്ന് പറയുന്നത് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിരിക്കുകയാണ്. സോ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ അത് എന്താകുന്നു, ഡിവിഷൻ ആകുന്നു. ദാറ്റ് ഈസ് 1/1 + y² dy is equal to dx താണ്ട് ഇങ്ങ് കൊണ്ടുവന്നാൽ 1 + x² dx എന്ന് കിട്ടില്ലേ? ഓക്കെ അല്ലേ? അത് ചെയ്തതിന് ശേഷമുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് മിസ് എന്താ പറഞ്ഞേ, രണ്ട് സൈഡും ഇന്റഗ്രേറ്റ് ചെയ്യാനാണ് പറഞ്ഞത് അല്ലേ? അപ്പൊ രണ്ട് സൈഡും ഇന്റഗ്രേറ്റ് ചെയ്തേ. ഇന്റഗ്രൽ 1/1 + y² ആൻസർ എന്താ? നേരത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, tan ഇൻവേഴ്സ് y ആണ്. സോ tan ഇൻവേഴ്സ് y എന്ന് കൊടുത്തു. ഇന്റഗ്രൽ 1 + x² നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം അല്ലേ? അതെങ്ങനെയാണ് എഴുതുന്നത്? ഇന്റഗ്രൽ 1 dx ഇന്റഗ്രൽ x² dx. അപ്പൊ ആൻസർ വരുന്നത് tan ഇൻവേഴ്സ് y. ഇന്റഗ്രൽ 1 dx ആൻസർ എത്ര? x. x² ആൻസർ എത്രയാണ്? x³/3 + c. സോ ഇതാണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. tan ഇൻവേഴ്സ് y is equal to x + x³/3 + c. അപ്പൊ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാന്ന് ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓർഡർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓർഡർ സിമ്പിൾ ആണ്, dy/dx ആണ്. സോ ഓർഡർ ഇസ് 1. ഇത് ഇനിയിപ്പോൾ സ്പീഡിൽ അങ്ങ് പറഞ്ഞ പോലെ ഞാൻ അത് വീണ്ടും വീണ്ടും എടുത്ത് വെക്കാനുള്ള കാരണം നിങ്ങളത് ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നോക്കിയേ, ജൂലൈ 2022 ആണ് ക്വസ്റ്റ്യൻ. അടുത്ത് നോക്കിയോ, dy/dx is equal to 4xy² ആണ്. dy/dx is equal to 4xy². അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. dy/dx is equal to 4xy² അല്ലേ? സോ dy യുടെ കൂടെ എന്ത് വരും? y² വരും. y² മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിരിക്കുകയാണ് അല്ലേ? സോ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ അത് ഡിവിഷൻ ആകും. സോ 1/y² dy. ഇനി നമുക്ക് dxനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം, ഇന്റഗ്രേഷൻ കൊടുക്കാം. 1/y² dy is equal to ഇന്റഗ്രൽ 4x dx എന്ന് വന്നു. ഇനി നമുക്ക് ഇവിടെ 1/y² എങ്ങനെ എഴുതാൻ പറ്റും? y⁻² എന്ന് എഴുതാം, ശരിയല്ലേ? അപ്പോ ഇന്റഗ്രൽ y⁻² dy is equal to 4 കോൺസ്റ്റന്റ് അല്ലേ? ഇന്റഗ്രൽ x dx. y⁻² ഇന്റഗ്രേഷൻ എന്താണ്? y⁻1/-1. ഇനി അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്നും ഞാൻ പറഞ്ഞു തരുന്നില്ല, ബിക്കോസ് നമ്മൾ ഇന്റഗ്രൽസിനകത്തും ഡെറിവേറ്റീവ്സിനകത്തൊക്കെ നമ്മൾ ഇഷ്ടം പോലെ പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ y⁻² ആൻസർ x in ഇന്റഗ്രൽ x²/2 + c. സോ ഇവിടെ നമുക്ക് -1/y എന്ന് കൊടുക്കാം കേട്ടോ. -1/y is equal to കട്ട് ചെയ്ത് കളയുമ്പോൾ 2x² + c എന്ന് വരും. നമുക്ക് y അല്ലേ വരേണ്ടത്. സോ y-നെ എന്താ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയാൽ y-യുടെ വാല്യൂ എന്ത് കിട്ടും? -1/2x² + c. y is equal to -1/2x² + c എന്നായി. ഓക്കെ അല്ലേ? അപ്പൊ ഓരോ ക്വസ്റ്റ്യനും ഫെമിലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടോ? ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ ഓരോ പ്രാവശ്യം ചെയ്യുന്ന സമയത്തും നിങ്ങളുടെ കയ്യിലോട്ട് ആ ഒരു കോൺസെപ്റ്റ് ആണ് കൊണ്ടുവരാൻ ഞാൻ നോക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ടൈപ്പ് 2-3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ആ സ്റ്റെപ്സ് എങ്ങനെയാണെന്നുള്ളത് ക്യാച്ച് ചെയ്ത് വെച്ചോണം. കാരണം ക്വസ്റ്റ്യൻസ് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും ചെയ്ത് പഠിച്ചിട്ടേ എക്സാം എഴുതാൻ പോവുള്ളൂ എന്നുള്ള രീതി വേണ്ട. അതിന്റെ ആവശ്യമേ ഇല്ല. കോൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലും തനിയെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പം ഇത് ഇങ്ങനെയാണ് സ്റ്റെപ്പ്. dy/dx ഒരു രണ്ട് സൈഡിലേക്ക് കൊണ്ടുപോയതിന് ശേഷം ഇന്റഗ്രേഷൻ ചെയ്യണം. അത് സോൾവ് ചെയ്തിട്ടാണ് ഇത് കൊണ്ടുവരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി വെച്ചാൽ മാത്രം നമുക്ക് മതി ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നോക്കിക്കേ, write the degree of the differential equation ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. So 2 into d²y/dx² dy/dx. d²y dy/. അപ്പം ഞാൻ സ്പീഡിൽ പോവുകയാണ്. ഓർഡർ 2 ആണ്. സോ അതിന്റെ പവർ എന്ന് പറയുന്നത് 1 ആണ്. സോ ഡിഗ്രി എത്രയാണ്? 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ, dy/dx is equal to 2x/y² ആണ്. dy/dx is equal to 2x/y² അല്ലേ? അതെങ്ങനെ ചെയ്യാം നോക്കാം.
അപ്പോൾ ഡി വൈയുടെ കൂടെ ആയിരിക്കണം വൈ സ്ക്വയർ വരുന്നത്, 2x കൂടെ ഡി എക്സ് വരണം. അപ്പോൾ ഓക്കെ അല്ലേ? ആ ഫസ്റ്റ് സ്റ്റെപ്പ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എന്താ വരുന്നത്? വൈ സ്ക്വയർ ഡി വൈ ഇസ് ഈക്വൽ ടു 2x dx, രണ്ട് സൈഡും ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രൽസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എന്റെ കൂടെ തന്നെ ആൻസർ ഒന്ന് പറഞ്ഞോ. വൈ സ്ക്വയർ ഇന്റഗ്രേഷൻ എന്താ? y ക്യൂബ് ബൈ 3, y ക്യൂബ് ബൈ 3, 2 വന്നു. ഇന്റഗ്രൽ x എന്താ മക്കളെ? x സ്ക്വയർ ബൈ 2 അല്ലേ? സോ x സ്ക്വയർ ബൈ 2 പ്ലസ് c ക്യാൻസൽ ചെയ്ത് കളയാം. സോ y ക്യൂബ് ബൈ 3 ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് സി എന്ന് വരും. നമുക്ക് ആൻസർ എന്താ വേണ്ടുന്നത്? വൈ ക്യൂബ്, വൈയുടെ ടേംസിലാണ് അല്ലേ? സോ വൈ ക്യൂബ് ഇസ് ഈക്വൽ ടു 3 ഇപ്പുറത്തേക്ക് വന്നാൽ 3 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് സി എന്ന് വരും. സോ വാട്ട് ഇസ് വൈ? ക്യൂബ് റൂട്ട് ആണ് അല്ലേ? സോ വൈ ഇസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 3 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് സി. ഇത്രയേ ഉള്ളൂ ആൻസർ എന്ന് പറയുന്നത്. സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? വൈയുടെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, x into dy by dx minus y is equal to 2x square. ഇതിന്റെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതെങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. x into dy by dx minus y equals 2x square ആണ്. x into dy by dx minus y is equal to 2x square ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഏത് ടൈപ്പിലാണ് വരുന്നത്? dy by dx ന്റെ കൂടെ കോഎഫിഷ്യന്റ് വരുന്ന ടൈപ്പ് ആണ് അല്ലേ? അപ്പൊ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് എന്തായിരുന്നു? dy by dx plus py is equal to q ആണ്. സോ x കൊണ്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാലോ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ എന്താ വരിക? dy by dx minus 1 by x into y. ഇങ്ങനെ തന്നെ നിങ്ങൾ എഴുതണം. അപ്പൊ അതുകൊണ്ട് മിസ്റ്റേക്ക് അവിടെ വരാൻ ചാൻസ് ഇല്ല. ഇത് നമുക്ക് y by x എന്നിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് y-യുടെ കോഎഫിഷ്യന്റ് എന്താണെന്നുള്ളത് ഒന്ന് കൺഫ്യൂസ്ഡ് ആവും. ഇത് ഇങ്ങനെ ഡയറക്റ്റ് അങ്ങ് എഴുതി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് p എന്താണ് q എന്താണെന്നുള്ളത് എഴുതാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ എടുത്തെഴുതിക്കോ. p is equal to എന്താണ്? മൈനസ് 1 by x. ഇവിടെ എന്താ മക്കളെ മൈനസ് 1 by x എന്ന് വന്നത്? dy by dx പ്ലസ് py എന്നാണ് ഇക്വേഷൻ അത്. സോ പ്ലസ് ആണ്, നമുക്ക് കിട്ടിയിരിക്കുന്നത് മൈനസ് 1 by x ആണ്. ഓക്കെ, സോ q is equal to ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2x ആണ് കേട്ടോ. സോ p കിട്ടി, q കിട്ടി. ഇനി നമുക്ക് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ അല്ലേ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഇന്റഗ്രേറ്റീവ് ഫാക്ടർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? e raised to ഇന്റഗ്രൽ p dx ആണ്. അപ്പോൾ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഈക്വൽ ടു e raised to ഇന്റഗ്രൽ p dx. e raised to ഇന്റഗ്രൽ p dx ആണ്. സോ e raised to ഇന്റഗ്രൽ മൈനസ് 1 by x dx. സോ ആൻസർ e raised to മൈനസ് log x ആണ്. മൈനസ് നമുക്ക് മുകളിലോട്ട് കൊണ്ടുവരാമല്ലോ. അപ്പൊ എന്ത് വരും? e raised to log of x raised to minus 1. e raised to log x raised to minus 1 ആണെങ്കിൽ ആൻസർ x raised to minus 1 ആണ് അല്ലേ? x raised to minus 1 നെ എങ്ങനെ എഴുതാം? 1 by x. സോ വാട്ട് ഇസ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ? 1 by x. സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണെങ്കിൽ വീണ്ടും നമുക്ക് സോൾവ് ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ നമുക്ക് 2 മാർക്കിന് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, solve the differential equation dy by dx is equal to x plus y into x ആണ്. x plus y divided by x. dy by dx is equal to x plus y divided by x ആണ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? വീണ്ടും നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. ഈ രണ്ട് മെത്തേഡ് തമ്മിൽ കൺഫ്യൂസ്ഡ് ആവാൻ പാടില്ല. ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഏത് മെത്തേഡ് അപ്ലൈ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കേണ്ടത് എങ്ങനെയാ? dy by dx ന്റെ കൂടെ ഒരു കോഎഫിഷ്യന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ dy by dx plus py is equal to q ആണ്. അതല്ല ഈ ഒരു മെത്തേഡിലാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവൈയുടെ കൂടെ y ടേം, dxന്റെ കൂടെ x ടേം എടുത്തതിന് ശേഷം രണ്ട് സൈഡും ഇന്റഗ്രേഷൻ ചെയ്യുവാണ് ചെയ്യുന്നത്. ഓക്കെ, സോ നോക്കിയോ, x dy by dx is equal to, ഇവിടെ നമുക്ക് ക്രോസിംഗ് ചെയ്യാനായിട്ട് പറ്റില്ല. നോക്കിക്കേ, ഡിവൈയുടെ കൂടെ നമുക്ക് y ടേം മാത്രമായിട്ടും x ടേം മാത്രമായിട്ടും ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് നമുക്ക് ഇക്വേഷൻസിനെ ഒന്ന് ചേഞ്ച് ചെയ്യണം. ചേഞ്ച് ചെയ്തതിന് ശേഷം ഏത് ഫോമാറ്റിലോട്ട് വരും എന്നുള്ളത് നോക്കാം. അതിനുശേഷം നമുക്ക് കൺഫേം ചെയ്യാം ഏത് നമുക്ക് മെത്തേഡ് യൂസ് ചെയ്യാം എന്നുള്ളത് കേട്ടോ. അപ്പോൾ x by x പ്ലസ് y by x എന്ന് വന്നു. അപ്പൊ ആൻസർ എന്താണ്? y by x. ഇപ്പൊ ഇതെന്ത് ഫോമാറ്റിലായി? dy by dx plus py is equal to q എന്ന ഫോമാറ്റിലായില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. കൺവേർട്ട് ചെയ്തതിന് ശേഷം നോക്കാം. അപ്പോൾ dy by dx
മൈനസ് വൈ ബൈ എക്സ് ഈസ് ഈക്വൽ ടു 1. സോ ഇവിടെ നമുക്ക് പിയുടെ വാല്യൂ -1/x ആണ് വന്നിട്ടുള്ളത്. പി ഈസ് ഈക്വൽ ടു -1/x, ക്യൂ ഈസ് ഈക്വൽ ടു 1. സോൾവ് ചെയ്യാനാണോ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നത്? യെസ്, സോൾവ് ചെയ്യാനാണ്. 3 മാർക്ക്. സോ ഇ റേസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ് ആണ് IF എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇ റേസ് ടു ഇന്റഗ്രൽ -1/x dx. ആൻസർ പറഞ്ഞേ. ഇപ്പൊ നമ്മൾ കുറച്ച് മുന്നേ ചെയ്തതേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഇന്റഗ്രൽ -1/x, ആൻസർ എന്താണ്? -log x ആണ്. -log x. സോ ഇ റേസ് ടു log x raised to -1, ആൻസർ 1/x. ഓക്കെ അല്ലേ? സോ 1/x ആണ് നമുക്ക് അവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് 1/x കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? IF കിട്ടിയിട്ടുണ്ട്. ഇക്വേഷൻ എന്താണ്? y into IF is equal to ഇന്റഗ്രൽ q into IF dx എന്നല്ലേ? അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. y എന്ന് പറയുന്നത് ഇവിടെ IF എന്ന് പറയുന്നത് 1/x ആണ് അല്ലേ? സോ y into 1/x is equal to 1/x into Q1 തന്നെയാണ്. ഓക്കെ, സോ y into 1/x is equal to ഇന്റഗ്രൽ 1/x dx. എന്താണ് ഇന്റഗ്രൽ 1/x? log x ആണ് അല്ലേ? സോ log x പ്ലസ് സി എന്ന് കിട്ടും. സോ നമുക്ക് y മാത്രം പോരെ. y അപ്പൊ നമ്മളിവിടെ x എന്താ ചെയ്തിരിക്കുന്നത്? ഡിവൈഡ് ചെയ്തിരിക്കുവാണ്. അപ്പൊ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എന്താ വരിക? x log x പ്ലസ് സി എക്സ്. ഇതാണ് ഫൈനൽ ആൻസർ. y is equal to x log x പ്ലസ് സി എക്സ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും നമുക്ക് ഡിഗ്രിയുടെ ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. d²y/dx² പ്ലസ് സൈൻ ഓഫ് dy/dx പ്ലസ് 2y is equal to 0. ഡിഗ്രി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് വന്നാൽ സൈൻ വന്നിട്ടുണ്ട് ഇവിടെ അല്ലേ? ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെ കൂടെ എന്ത് വരാൻ പാടില്ല? dy/dx വരാൻ പാടില്ല. സോ dy/dx ഇവിടെ വന്നിട്ടുണ്ട്. സോ ആൻസർ എന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ്. ആൻസർ എന്താണ്? നോട്ട് ഡിഫൈൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻസ് ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ ജനറൽ സൊല്യൂഷൻ എന്താണ്, പർട്ടിക്കുലർ സൊല്യൂഷൻ എന്താണെന്നാണ് നമ്മൾ അടുത്ത ടോപ്പിക്കിനകത്ത് പറയാനായിട്ട് പോകുന്നത്. ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, ജനറൽ സൊല്യൂഷൻ മീൻസ് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്ത് y ഇസ് ഈക്വൽ ടു എന്നുള്ളൊരു ഫോർമാറ്റിലോട്ട് ക്വസ്റ്റ്യന് നമ്മൾ കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരുവാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്തുണ്ടാകും? ഒരു ആർബിട്രറി കോൺസ്റ്റൻസ് എപ്പോഴും ഉണ്ടാകും. ഇനി പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന സോൾവ് ചെയ്ത് കിട്ടുന്ന ജനറൽ സൊല്യൂഷനകത്ത് ആർബിട്രറി കോൺസ്റ്റന്റ് എന്തായിരിക്കും? സി ആയിരിക്കും അല്ലേ? സോ ആ സിക്ക് ഒരു വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് വീണ്ടും നമ്മൾ റീറൈറ്റ് ചെയ്ത് എഴുതുന്നതിനെയാണ് പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ ജനറൽ സൊല്യൂഷനും പർട്ടിക്കുലർ സൊല്യൂഷൻ എന്താണെന്ന് ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്ക് ഓക്കെ ആയിക്കോളും. സോ ഇവിടെ നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കേട്ടാൽ വിചാരിക്കും ഡിഫറൻസ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യമാണ്, ടോപ്പിക്കാണ് എന്നുള്ളത്. ഒന്നുമില്ല, ഇതുവരെ ചെയ്ത പോലെ തന്നെയാണ് ഇവിടെയും. നമുക്ക് വൈയുടെ വാല്യൂ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, സോ നോക്കിയോ, sec² x tan y dx പ്ലസ് sec² y tan x dy is equal to 0 എന്നല്ലേ ക്വസ്റ്റ്യൻ? നോക്കിയോ, sec² x tan y dy പ്ലസ് sec² y tan x dx is equal to 0. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ടോട്ടൽ ഇക്വേഷനെ tan x tan y കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഇതെങ്ങനെ മക്കളെ ആ ഒരു ഡിവൈഡിങ് ടേം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നത്? ഇവിടുത്തെ സെക്കൻഡ് ടേമിനെ കണ്ടോ? tan x ആണ്. ഈ ഫസ്റ്റ് ടേമിലെ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് tan y ആണ്. ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനത്തെ ഒരു ഇക്വേഷൻസിലോട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ രണ്ട് ഇക്വേഷൻസിനകത്തുള്ള സെക്കൻഡ് ടേമുകളെ ഒരുമിച്ചാക്കി ഫുൾ ടോട്ടൽ ഇക്വേഷൻ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ആ ട്രിക്ക് ക്ലിയർ ആണല്ലോ? ഓക്കെ, നമ്മൾ ചെയ്യാൻ പോവാണ്. sec² x tan y ഡിവൈഡഡ് ബൈ tan x tan y. tan x tan y കൊണ്ട് ഡിവൈഡ് ആണ് ചെയ്യുന്നത് കേട്ടോ. tan x tan y dx പ്ലസ് sec² y tan x by
tan x tan y dy is equal to 0. സ്റ്റെപ്പ് ക്ലിയർ ആണോ? തന്നിരിക്കുന്ന ഇക്വേഷനെ ടോട്ടൽ ആയിട്ട് നമ്മൾ tan x tan y കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? tan y ക്യാൻസൽ ആയി. അടുത്ത സ്റ്റെപ്പിനകത്ത് tan x ക്യാൻസൽ ആയി. അപ്പൊ എന്തായിരിക്കും വരുന്നത്? sec square x by tan x dx. sec square x by tan x dx എന്ന് വരും. അടുത്ത ടേം എന്ന് പറയുന്നത് sec square y by tan y dy എന്നാണ് വരുന്നത്. ഇനി നമുക്ക് രണ്ട് സൈഡ് എന്ത് ചെയ്യാം? ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം. കാരണം എന്താ നോക്കിക്കേ, ഇതാ എല്ലാം എക്സ് ടേംസ് അല്ലേ? ഡി എക്സിന്റെ കൂടെ ഉള്ളത് എക്സ് ആണ്, ഡി വൈയുടെ കൂടെ ഉള്ളത് വൈ ടേംസ് ആണ്. സോ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? ഇന്റഗ്രൽ sec square x by tan x dx ആണ്. ഡിനോമിനേറ്റർ നോക്കിക്കേ, tan x അല്ലേ? tan x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? sec square x ആണ്. അതേ കണക്ക് തന്നെ tan y യുടെ ഡെറിവേറ്റീവ് എന്താണ്? sec square y ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൻസർ എന്തായിരിക്കും? ലോഗ് ഓഫ് ഡിനോമിനേറ്റർ. ഓക്കെ അല്ലേ? സോ ആൻസർ എന്താണ്? ലോഗ് ഓഫ് tan x പ്ലസ് ലോഗ് ഓഫ് tan y. രണ്ട് സൈഡും ലോഗരിതമിക് ഫംഗ്ഷൻസ് വന്നു കഴിഞ്ഞാൽ 0 മാറ്റിയിട്ട് ഇവിടെ എന്ത് വരും? കോൺസ്റ്റന്റിന് പകരം വരുന്നത് ലോഗ് സി എന്നായിരിക്കും. വെറും സി എന്ന് എഴുതാൻ പാടില്ല, ലോഗ് സി. എന്താണ് ലോഗ് എ പ്ലസ് ലോഗ് ബി? ലോഗ് ഓഫ് എ പ്ലസ് ലോഗ് ബി. ആൻസർ അഡീഷൻ ആണെന്നുണ്ടെങ്കിൽ ലോഗ് ഓഫ് എ ബി എന്നായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ? ലോഗ് എ പ്ലസ് ലോഗ് ബി എന്താണ്? ലോഗ് എ ബി ആണ്. നമ്മൾ ഇതെല്ലാം ഇന്റഗ്രൽസിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത ഇക്വേഷൻസ് ആണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്താ വരിക? ലോഗ് ഓഫ് tan x by tan y is equal to log c. log of tan x by tan y is equal to log c എന്നാണ് വരുന്നത്. രണ്ട് സൈഡിലും ലോഗ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റില്ലേ? അപ്പൊ ക്യാൻസൽ ചെയ്യുമ്പോൾ ആൻസർ എന്താ? tan x by tan y is equal to എന്താ? z ആണ്. ഓക്കെ, സോ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് tan x by tan y is equal to c. ക്ലിയർ അല്ലേ? tan x by tan y is equal to c ആണ്. ഇതാണ് നമ്മുടെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ജനറൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഈ ഒരു ആർബിട്രറി കോൺസ്റ്റൻസ് അവിടെ വരും എന്നുള്ളതേ ഉള്ളൂ. സോൾവ് ചെയ്ത ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുത്തതിന് ശേഷം സിയിൽ കൊണ്ടുവന്ന് നിർത്തുക. അതാണ് ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ആ ക്വസ്റ്റിനകത്ത് പർട്ടിക്കുലർ സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പർട്ടിക്കുലർ സൊല്യൂഷൻ എന്തെങ്കിലും ഉറപ്പായിട്ടും അവിടെ എക്സ് ഇസ് ഈക്വൽ ടു വൈ ഇസ് ഈക്വൽ ടു എന്നൊക്കെയുള്ള കുറച്ച് പോയിന്റ്സുകൾ അവിടെ കാണും. ആ പോയിന്റ്സ് എക്സിനും വൈക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? സിയുടെ വാല്യൂ കിട്ടും. സോ അതെന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മനസ്സിലായോ? ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലിയർ അല്ലേ? ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. നമ്മൾ ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആക്കി അല്ലേ? സോ നെക്സ്റ്റ് വൺ. Find the general solutions of the differential equation dy by dx minus y is equal to cos x. 2021 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ ക്ലിയർ ആണോ എന്താണ് ഡിഫറൻസ് എന്നുള്ളത്? ഈ ഒരു അടുത്ത സമയത്തായിട്ട് നമുക്ക് സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ള ഒരു മോഡലാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. കുറച്ചും കൂടെ ബാക്കിലേക്ക് പോകുമ്പോൾ അത് ജനറൽ സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വന്നത്. അന്നെല്ലാം ജനറൽ സൊല്യൂഷൻ ആണ്. ഇന്ന് ജസ്റ്റ് സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് മിക്കവാറും കണ്ടുവരാറ്. എങ്കിൽ പോലും നിങ്ങളത് പഠിച്ചു വെക്കുക. നമുക്ക് ഏതാണ് വരുന്നത് എന്നുള്ളത് ഡിഫിക്കൽട്ട് പാറ്റേൺ ഒക്കെ മാറ്റമാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് എല്ലാം ആ ഒരു ചാപ്റ്ററിന് എന്തൊക്കെ വരാൻ ചാൻസ് ഉണ്ടോ അതെല്ലാം നമ്മൾ പഠിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ കംപ്ലീറ്റ് ആക്കാൻ പോകുന്നത്. ഓക്കെ, സോ dy by dx minus y is equal to cos x ആണ്. ഇക്വേഷൻ ചെയ്യാം. dy by dx minus y is equal to cos x ആണ്. അപ്പോൾ ഇവിടെ p യുടെ വാല്യൂ എന്താണ്? -1. q is equal to cos x. ഓക്കെ, p is equal to -1 and q is equal to cos x ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? Okay, integral means e raised to integral p dx. e raised to integral p dx ആണ്. അപ്പോൾ നോക്കിയോ, e raised to integral -1 dx ആണ്. That is e raised to
എക്സ് എന്നായിരിക്കും വരിക. ഇ റേസ് ടു മൈനസ് എക്സ് ആണ്. ഇ റേസ് ടു മൈനസ് എക്സിനെ നമുക്ക് അങ്ങനെ തന്നെ കൊടുത്തിരുന്നാൽ മതി, ഇ റേസ് ടു മൈനസ് എക്സ്. ഓക്കെ, ഇനി നമ്മുടെ ഇക്വേഷൻ എന്താണ്? y ഇൻറ്റു ഐ എഫ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ക്യൂ ഇൻറ്റു ഐ എഫ് ഡി എക്സ്. ഓക്കെ, സോ y ഇൻറ്റു ഐ എഫ് എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് എക്സ് അല്ലേ, ഇസ് ഈക്വൽ ടു ക്യൂ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? cos x ആണ്. cos x into e raised to minus x dx. So y into e raised to minus x is equal to integral cos x into e raised to minus x ആണ്. ഈ ഒരു ടേം നിങ്ങൾക്ക് കണ്ടതായിട്ട് വല്ല പരിചയമുണ്ടോ? ഇന്റഗ്രൽസ് എന്ന ടോപ്പിക്കിനകത്ത് നമ്മൾ കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രൊഡക്ട്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ അതാണ് നമ്മൾ ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. y into e raised to minus x is equal to cos x into e raised to minus x dx. പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഫസ്റ്റ് ടേം ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ടേം ആണ്. ദാറ്റ് ഈസ് cos x ഇൻറ്റു ഇന്റഗ്രൽ e raised to minus x dx മൈനസ് ഡെറിവേറ്റീവ് ഓഫ് cos x ഇൻറ്റു ഇന്റഗ്രൽസ് e raised to minus x dx. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ വരുന്നത്? cos x ഇൻറ്റു e raised to minus x ന്റെ ഇന്റഗ്രേഷൻ എന്താണ്? e raised to minus x ഡിവൈഡഡ് ബൈ മൈനസ് 1 മൈനസ് cos x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? cos x ന്റെ ഡെറിവേറ്റീവ് മൈനസ് sin x ആണ് അല്ലേ? സോ മൈനസ് sin x e raised to minus x വരുമ്പോൾ e raised to minus x by minus 1 dx എന്ന് വരും. സോ ഈ മൈനസും ക്യാൻസൽ ആയി പോവില്ലേ? അപ്പൊ ആൻസർ എന്താ വരുന്നത്? ഇവിടെ നമുക്ക് മൈനസ് ഉണ്ട്. സോ മൈനസ് cos x e raised to minus x മൈനസ് integral sin x into e raised to minus x dx. sin x into e raised to minus x dx. So minus cos x e raised to minus x. sin x e raised to minus x ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് വീണ്ടും നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. sin x into integral e raised to minus x dx minus integral d by dx of sin x into integral e raised to minus x dx. ഓക്കെ, സ്റ്റെപ്പ് ഞാൻ ഒന്നും കൂടെ പറയാം. പ്രൊഡക്റ്റ് റൂൾ ആണ്. sin x എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ടേം ആണ്. ഫസ്റ്റ് ടേം ഇൻറ്റു ഇന്റഗ്രേഷൻ ഓഫ് സെക്കൻഡ് ടേം മൈനസ് ഇന്റഗ്രേഷൻ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ടേം ഇൻറ്റു ഇന്റഗ്രൽസ് ഓഫ് സെക്കൻഡ് ടേം. ഓക്കെ, സോ സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മൈനസ് cos x e raised to minus x മൈനസ് sin x മൈനസ് ബ്രാക്കറ്റിൽ കൊടുക്കണേ. e raised to minus x ന്റെ ഇന്റഗ്രേഷൻ ആണ്. അപ്പൊ നമുക്ക് അവിടെ എന്ത് വരും? e raised to minus x by minus 1 വരില്ലേ? e raised to minus x by minus 1 മൈനസ് sin x ന്റെ ഡെറിവേറ്റീവ് cos x എന്ന് വന്നു, e raised to minus x. അപ്പൊ നോക്കിയോ, മൈനസ് cos x e raised to minus x മൈനസ് നമുക്ക് ഇവിടെ എന്ത് വരും? മൈനസ് അല്ലേ? മൈനസ് sin x e raised to minus x. ഇവിടെ നമുക്ക് മൈനസ് ഇപ്പുറത്ത് കൊണ്ടുവരാം. പ്ലസ് cos x e raised to minus x dx. ഇത് നോക്കിക്കേ, cos x e raised to minus x dx എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ അല്ലേ? അപ്പൊ cos x e raised to minus x നമുക്ക് എന്ത് കൊടുക്കാം? I എന്നങ്ങ് കൊടുത്തേക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വരും? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ y into e raised to x y into e raised to x is equal to minus cos x e raised to minus x minus cos x e raised to minus x plus sin x e raised to minus x plus sin x e raised to minus x plus I എന്ന് വരും. ഓക്കെ, നമുക്ക് e raised to x നെ നമുക്ക് എന്ത് ചെയ്യാം? e raised to x നെ നമുക്ക് എല്ലാ ടേംസും കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് cos x e raised to minus x by e raised to x plus sin x e raised to minus x by e raised to x plus I by e raised to x plus c. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ അഥവാ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ജനറൽ സൊല്യൂഷൻ നമ്മൾ ഇതുവരെ ചെയ്ത കണക്ക് തന്നെ സോൾവിംഗ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെയാണോ ചെയ്തത് അതേ സെയിം പാറ്റേൺ തന്നെയാണ്. നമ്മൾ ജനറൽ സൊല്യൂഷൻ ഉദ്ദേശിക്കുന്നത് എന്താ? ആർബിട്രറി കോൺസ്റ്റന്റ് ഉള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്ത് നമുക്ക് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ.
ജനറൽ സൊല്യൂഷൻ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൺടൈൻസ് 3 ആർബിട്രറി കോൺസ്റ്റന്റ്സ്. ഒരു ജനറൽ സൊല്യൂഷനകത്ത്, ഇത് നിങ്ങളുടെ എക്സസൈസ് ക്വസ്റ്റ്യൻസിനകത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 3 ആർബിട്രറി കോൺസ്റ്റന്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ then what is the order of the differential equation? ശ്രദ്ധിക്കേണ്ട കാര്യം, എത്ര ആർബിട്രറി കോൺസ്റ്റന്റ്സ് ഉണ്ടോ അതായിരിക്കും ആ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓർഡർ എന്ന് പറയുന്നത്. ഒരു ആർബിട്രറി കോൺസ്റ്റന്റ്സ് ആണ് ഉള്ളതെങ്കിൽ ദാറ്റ് ഇക്വേഷൻ ഇസ് dy/dx അല്ലെങ്കിൽ ഓർഡർ ഓഫ് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആയിരിക്കും. 2 ആർബിട്രറി കോൺസ്റ്റന്റ്സ് ആണ് ഉള്ളതെങ്കിൽ ദാറ്റ് വിൽ ബി എ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. 3 ആർബിട്രറി കോൺസ്റ്റന്റ്സ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും? തേർഡ് ഓർഡർ ആയിരിക്കും. സോ വാട്ട് ഇസ് ഓർഡർ ഹിയർ? ഓർഡർ ഈസ് 3. ക്ലിയർ ആണല്ലോ? തിരിച്ച് ഞാൻ ചോദിക്കുകയാണ്, പെർട്ടിക്കുലർ സൊല്യൂഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിലോ, ആർബിട്രറി കോൺസ്റ്റന്റ്സ് 3 ഉണ്ട് ഒരു സൊല്യൂഷനകത്ത്, അല്ലെങ്കിൽ പർട്ടിക്കുലർ സൊല്യൂഷൻസ് എന്തായിരിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിനകത്ത് ആർബിട്രറി കോൺസ്റ്റന്റ്സ് ഉണ്ടോ? പർട്ടിക്കുലർ സൊല്യൂഷൻസിനകത്ത് ഒരിക്കലും ആർബിട്രറി കോൺസ്റ്റന്റ്സ് ഉണ്ടാവില്ല. എത്ര ആർബിട്രറി കോൺസ്റ്റന്റ്സ് ഉണ്ടായി, അല്ലെങ്കിൽ ഓർഡർ 3 ഉള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് എത്ര ആർബിട്രറി കോൺസ്റ്റന്റ്സ്, പർട്ടിക്കുലർ സൊല്യൂഷനകത്ത് എത്ര ആർബിട്രറി കോൺസ്റ്റന്റ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? 0 ആണ്. ബിക്കോസ് പർട്ടിക്കുലർ സൊല്യൂഷനകത്ത് എന്തില്ല? ആർബിട്രറി കോൺസ്റ്റന്റ്സ് ഇല്ല. അപ്പം നിങ്ങൾക്ക് തെറ്റിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും ചെയ്യണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, check whether y is equal to e raised to minus 3x is a solutions of the differential equation d square y by dx square plus dy by dx minus 6y is equal to 0. അപ്പോൾ അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. d square y by dx square plus dy by dx minus 6y is equal to 0. y is equal to e raised to minus 3x ആണ് തന്നിരിക്കുന്നത് അല്ലേ? y is equal to minus e raised to minus 3x. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം, ഒരു സൊല്യൂഷൻ നമുക്ക് തന്നു, അല്ലെങ്കിൽ ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞ് തന്നു. അങ്ങനെയാണെങ്കിൽ വൈയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാ? നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുക. ഇതിനകത്ത് d square y by dx square ഉണ്ട്, dy by dx ഉണ്ട്. അപ്പം നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ എന്തൊക്കെ കണ്ടുപിടിക്കണം? ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവും സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവും കണ്ടുപിടിക്കുക. സോ നമുക്ക് dy by dx ഒന്ന് കണ്ടുപിടിച്ചാലോ? നോക്കിയേ, y തന്നിട്ടുണ്ട്, dy by dx e raised to x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് e raised to x തന്നെ അല്ലേ? e raised to x തന്നെയാണ്. സോ e raised to minus 3x കൊടുത്തു. എന്നിട്ട് എക്സിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ വന്നിരിക്കുന്നത് എത്ര? -3. സോ ഡിഫറൻഷ്യൽ ആകുമ്പോഴത്തേക്കും ആ -3 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ഓക്കെ, സോ -3. ആൻസർ എന്താണ്? -3 e raised to -3x. ഓക്കെ, ഇനി അടുത്തത് d square y by dx square ആണ്. d square y by dx square ആകുമ്പോഴോ dy by dx ന്റെ ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ -3 e raised to -3x ആണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് -3 ഉണ്ട്. അതുകൂടാതെ തന്നെ e raised to -3x എടുത്തെഴുതി. ഇനി ഇവിടുത്തെ എക്സിന്റെ കോഎഫിഷ്യന്റ് എത്രയാണ്? -3 അല്ലേ? അപ്പോൾ -3. സോ ആൻസർ എത്രയാണ്? 9 e raised to -3x ആണ്. 9 e raised to -3x. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാലോ? d square y by dx square എന്താ? 9 e raised to -3x ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 9 e raised to -3x പ്ലസ് dy by dx അല്ലേ? dy by dx എന്ന് പറയുന്നത് -3 e raised to -3x -6 into y എന്ന് പറയുന്നത് e raised to -3x ആണ്. ശരിയല്ലേ? അപ്പോ 9 - 3 എത്രയാ വന്നിരിക്കുന്നത്? 6 e raised to -3x അല്ലേ? ഇനി -6 e raised to -3x ഇത് രണ്ടും കൂടെ നമുക്ക് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണ്? 0 ആണ്. സോ നമുക്ക് 0 കിട്ടിയില്ലേ? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നതിന്റെ അതിന്റെ ആൻസർ റൈറ്റ് ഹാൻഡ് സൈഡ് എത്രയാണ്? ഇവിടെ 0 ആണ് വന്നിരിക്കുന്നത്. സോ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് രണ്ട് സൈഡിലും നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 0 ആണ്. സോൾവ് ചെയ്തപ്പോഴും നമുക്ക് കിട്ടിയിട്ടുള്ളത് 0 ആണെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്നത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ്. അപ്പോൾ വെരിഫൈ ചെയ്യുക, അല്ലെങ്കിൽ സൊല്യൂഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുക, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾക്ക് ഇനി ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. സോൾവ് ചെയ്യാനാണ്. dy by dx plus y by x is equal to x square. dy by dx plus y by x. dy by dx plus y by x is equal to x square. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ഫസ്റ്റ് 2 സ്റ്റെപ്സ് മാത്രമേ എഴുതുന്നുള്ളൂ. നിങ്ങളത് വർക്ക്ഔട്ട് ചെയ്താൽ മതി. കാരണം എന്താ, നമ്മൾ ഇതേ ഒരു പാറ്റേൺ ഉള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോ, dy by dx plus y by x is equal to x square അല്ലേ? ഇവിടെ നമുക്ക് p യുടെ വാല്യൂ എന്താണ്? ഇനി നിങ്ങൾ തന്നെ ആൻസർ പറഞ്ഞേ. p യുടെ വാല്യൂ y യുടെ കോഎഫിഷ്യന്റ് ആയിരിക്കും. ശരിയല്ലേ?
സോ വൈയുടെ കോഎഫിഷ്യന്റ് ഇവിടെ വന്നിരിക്കുന്നത് 1/x ആണ്. സോ p എന്ന് പറയുന്നത് 1/x അല്ലേ? സോ 1/x കൊടുത്തു. q എന്ന് പറയുന്നത് ഇവിടെ x² ആണ്. സോ p യുടെ വാല്യൂ ഉണ്ട്, q യുടെ വാല്യൂ ഉണ്ട്. നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് e⁻∫ p dx ആണ്. അത് കണ്ടുപിടിക്കാമല്ലോ. സോ അവിടെ IF കിട്ടും. അപ്പൊ സോൾവ് ചെയ്യേണ്ട ഇക്വേഷൻ എന്താണ്? y × IF is equal to integral IF × q dx ആണ് അല്ലെ? അപ്പോ q ഉണ്ട്, IF ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അത് സോൾവ് ചെയ്ത് കിട്ടുന്ന ആൻസർ ആണ് നമ്മുടെ സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഈ ടൈപ്പ് ക്വസ്റ്റൻസ് ഇനി ഏത് തരത്തിലുള്ള ക്വസ്റ്റൻസ് വന്നാലും നിങ്ങൾക്ക് എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലേ? ഷുവർ ആയിട്ടും പറ്റുമെന്നേ. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ നോക്കിയോ. ദ ഡിഗ്രി ആണ് ചോദിച്ചിട്ടുള്ളത്. ഇനി പറയണ്ടല്ലോ. ഓക്കെ, അത് 1 മാർക്ക് ക്വസ്റ്റൻ ആണ്. മാർച്ച് 2018 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് അത് കേട്ടോ. അടുത്ത ക്വസ്റ്റൻ ജനറൽ സൊല്യൂഷൻ ആണ്. നമ്മൾ ഈ ഒരു ക്വസ്റ്റൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ് ഈ ഒരു ക്വസ്റ്റൻ എന്ന് പറയുന്നത്. ഇത് ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് കുറേ വർഷത്തെ ക്വസ്റ്റൻ പേപ്പറിനകത്ത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. sec² tan y dx. ഇതിനകത്ത് നമ്മൾ എന്തായിരുന്നു ചെയ്തത്? tan x tan y കൊണ്ട് രണ്ട് സൈഡും ഡിവൈഡ് ചെയ്യുവാണ് ചെയ്തിരുന്നത്. അതിന്റെ ആൻസർ വരെ നിങ്ങൾ കാണാണ്ട് പഠിച്ചു വെച്ചേക്കണം. sec² വരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഇവിടെ tan y ആണ് വരുന്നത് അല്ലേ? അപ്പൊ tan y വരുമ്പോഴത്തേക്കും ആൻസർ എന്തായിരിക്കും? log tan y ആണ് വരുന്നത്. അടുത്ത് വരുമ്പോഴത്തേക്ക് log tan x ആയിരിക്കും വരുന്നത്. സോ ആൻസർ വരെ നിങ്ങൾ പക്കയായിട്ട് പഠിച്ചു വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഇത്. ഒരുപാട് വർഷം റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. 3 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. ഓക്കെ, ശരി. ഇനി അടുത്തത് അപ്പോൾ നോക്കിയേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2016 ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്ത നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഡിഗ്രി നമുക്ക് ഇനി പറയേണ്ട കാര്യമില്ല. നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന എന്താണ്? ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിനകത്ത് ഡെറിവേറ്റീവ് വന്നിട്ടുണ്ട്. സോ ഡിഗ്രി എന്തായിരിക്കും? നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. dy/dx + 2y tan x is equal to sin x ആണ്. അവിടെ നമുക്ക് വൈക്കും എക്സിനും ഒക്കെ നമുക്ക് വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് സോൾവ് ചെയ്ത് എടുക്കണം. അപ്പോൾ dy/dx plus 2y tan x ആണ് അല്ലേ? dy/dx plus 2y tan x is equal to sin x. ഓക്കെ, ഇവിടെ നമുക്ക് dy/dx plus py is equal to q എന്നുള്ള ഫോമാറ്റ് അല്ലേ? അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ നമുക്ക് കണ്ടുപിടിക്കാം. സോ e⁻∫ p dx ആണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പോൾ e⁻∫ p എന്ന് പറയുന്നത് എന്താ? 2 tan x dx ആണ് അല്ലേ? അപ്പോൾ e⁻∫ 2 tan x dx വന്നു. സോ നമുക്ക് e⁻2 tan x dx. ഇന്റഗ്രൽ tan x എന്ന് പറഞ്ഞാൽ എന്താണ്? log sec x ആണ് അല്ലേ? സോ log sec x എന്ന് കൊടുക്കുക. 2 മുകളിൽ വരുമല്ലോ. സോ log sec x the whole square എന്ന് വരും അല്ലേ? e⁻log x എന്ന് പറഞ്ഞ ആൻസർ എന്താണ്? x ആണ്. സോ ആൻസർ എന്താണ്? sec² x എന്ന് കിട്ടും, ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് പോവാം. y × if is equal to integral q × if ആണ് അല്ലേ? അപ്പോൾ ഇക്വേഷൻ എന്താണ്? y × if is equal to integral q × if dx. y × if നമുക്ക് തന്നിരിക്കുന്നത് sec² x ആണ്. sec² x. q എന്ന് പറയുന്നത് ഇവിടെ sin x അല്ലേ? സോ sin x × sec² x എന്ന് വരും. sin x × sec² x. സോ നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. sin x sec² x നെ നമുക്ക് എങ്ങനെ എഴുതാം? 1/cos² x അല്ലേ? നമുക്ക് 1/cos x × 1/cos x എന്ന് എഴുതാം കേട്ടോ. അപ്പൊ എന്താ ഇവിടെ തന്നിരിക്കുന്നത്? sin x × sec² x ആണ്. സോ sin x × sec² x നമുക്ക് 1/cos × 1/cos എന്ന് കൊടുക്കാം. സോ വാട്ട് ഇസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? y × sec² x is equal to ഇവിടെ നോക്കിയേ, sin x / cos x. sin / cos എന്താണ്? tan ആണ്. 1/cos എന്താണ്? sec ആണ് അല്ലേ? അപ്പൊ tan x sec x എന്നാണ് ഇവിടെ ആൻസർ വരുന്നത്. ഇന്റഗ്രൽ tan x sec x ആണ്. സോ y × sec² x. ഇന്റഗ്രൽ tan x sec x ന്റെ വാല്യൂ എന്താണ്? sec x ആണ് അല്ലേ? സോ sec x എന്ന് കൊടുക്കുക. സോ y is equal to sec x by sec² x. ഇവിടെയും sec² x എന്ന് വരും.
സോ ഇവിടെ എന്ത് വരും? sec x by sec square x എന്ന് പറയുന്നത് 1 by sec x അല്ലേ? സോ 1 by sec x എന്ന് കൊടുക്കുക പ്ലസ് ഇവിടെ എന്താ വരുന്നത്? c by sec square x. ഇനി 1 by sec എന്ന് പറയുന്നത് cos x ആണല്ലോ. സോ cos x പ്ലസ് cos square x c എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അവര് നമുക്കിവിടെ തന്നിരിക്കുന്നത് രണ്ട് വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ? y0 x is equal to pi by 3. അപ്പോ y0 x is equal to pi by 3 ആകുമ്പോൾ എക്സിനും വൈക്കും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടേ? വൈയുടെ വാല്യൂ ഇവിടെ 0 ആണ്, എക്സിന്റെ വാല്യൂ എന്താ മക്കളെ? pi by 3 ആണ് അല്ലെ? അപ്പൊ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ എന്താ കിട്ടുന്നത് നോക്കാം. cos square pi by 3c. cos pi by 3 എന്ന് പറയുന്നത് എന്താണ്? കോസിന്റെയും സൈന്റെയും ഒക്കെ വാല്യൂസ് ഏതാ നിങ്ങൾക്ക് അറിയാമോ? ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞു തരാം. സൈൻ, കോസ്, ടാൻ 30, 45, 60 എന്ന് എഴുതുക. പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ ഷീറ്റ് കിട്ടുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത്. എഴുതി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ നോക്കി അങ്ങ് എഴുതിയാൽ മതി. അപ്പോൾ അത് നോക്കിയാൽ 30, 18 by 3 എന്ന് പറയുന്നത് 6 ആണ് അല്ലെ? ഒരു കോഡായിട്ട് തന്നെ പറഞ്ഞു തരാം. 643. അപ്പോൾ pi by 6, pi by 4 and pi by 3. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് cos pi by 3 ആണ്. സോ ഇവിടെ നോക്കിക്കേ 1 by 2, 1 by √2, √3 by 2. ഇവിടുന്ന് അങ്ങോട്ട് എഴുതിയ ഓർഡർ തിരിച്ചെഴുതുക കോസ് ആകുമ്പോൾ. ദാറ്റ് ഈസ് √3 by 2, 1 by √2, 1 by 2. ടാന്റെ കേസ് എന്താ? സൈൻ ബൈ കോസ് അല്ലേ? സോ ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ആൻസർ 1 by √3, 1 and √3. ഓക്കെ, ജസ്റ്റ് ഞാൻ ഒന്ന് മിസ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ട്രിഗ്നോമെട്രിയിലും ഒക്കെ നമ്മൾ പഠിക്കുന്ന ഒരു കേസാണത്. സോ cos pi by 3 നോക്കിയേ. cos pi by 3 ആൻസർ എന്താണ്? 1 by 2. അപ്പൊ 1 by 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. 1 by 2 പ്ലസ് 1 by 2 the whole square into c എന്ന് വരും. അപ്പോ ഫൈനൽ ആൻസർ zero is equal to 1 by 2 plus 1 by 4c എന്നാണ്. അപ്പോൾ 1 by 4c യുടെ വാല്യൂ എന്താ? -1 by 2. സോ c is equal to -1 by 4 അപ്പുറത്തേക്ക് വന്നാൽ എന്താകും? 4 by 1. ദാറ്റ് ഈസ് c is equal to -2. അപ്പോൾ c യുടെ വാല്യൂ -2 ആണ്. എനിക്ക് ഇക്വേഷൻ ഒന്നുകൂടെ എഴുതിയത്. y is equal to cos x plus y is equal to cos x plus cos square x into c എന്നാണ് നമുക്ക് ഇക്വേഷനകത്ത് വന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ c യുടെ വാല്യൂ എന്താ? cos x plus cos square x. c യുടെ വാല്യൂ -2 അല്ലേ? അപ്പോൾ cos x -2 cos square x എന്നാണ് വരുന്നത്. y is equal to cos x -2 cos square x. വേണമെങ്കിൽ നമുക്ക് cos x ഇവിടെ എന്താ പറയുക കോമൺ ആയിട്ട് എടുക്കാം. സോ y is equal to cos x കോമൺ എടുത്തു കഴിഞ്ഞാൽ 1 - 2 cos x എന്നും കിട്ടും. ഓക്കെ, ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. y is equal to a cos x plus b sin x is the solutions of the differential equation. അപ്പോൾ സൊല്യൂഷൻ ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നേരത്തെ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെരിഫൈ ചെയ്യാനോ ഇതിന്റെ സൊല്യൂഷൻ ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? y തന്നിട്ടുണ്ട് അല്ലെ? y തന്നിട്ടുണ്ടെങ്കിൽ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് d² y by dx² plus y is equal to 0 തന്നിട്ടുണ്ട്. ഇവിടെ എല്ലാത്തിനകത്തും d² y by dx² ഉണ്ട് ഫസ്റ്റ് രണ്ട് ഇക്വേഷൻസിനകത്ത്. dy by dx മൂന്നാമത്തെയും നാലാമത്തെയും ക്വസ്റ്റ്യനകത്ത് ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. y is equal to a cos x plus b sin x അല്ലേ? y is equal to a cos x plus b sin x അല്ലെ? ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താണെന്ന് പറഞ്ഞേ? dy by dx. dy by dx is equal to a into cos x ന്റെ ഡെറിവേറ്റീവ്. cos x ന്റെ ഡെറിവേറ്റീവ് എന്താ? -sin x ആണ്. that is -a sin x plus sin x ന്റെ ഡെറിവേറ്റീവ് എന്താ? cos x. ഓക്കെ, ഫസ്റ്റ് ഡെറിവേറ്റീവ് ആയി. ഇനി നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. dy by dx plus y അതെന്താ നോക്കാം. dy by dx plus y എന്താണ്? dy by dx plus y എന്ന് പറഞ്ഞാൽ dy by dx ഇതല്ലേ? -a sin x plus b cos x ആണ് അല്ലേ? പ്ലസ് y എന്താണ്? a cos x plus b sin x അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് -a sin x ഉണ്ട്,
ഇവിടെ ബി സൈൻ എക്സ് ആണ്. അപ്പൊ എന്തായാലും ഇവിടെ ക്യാൻസൽ ആയിട്ട് പോകത്തില്ല. അപ്പൊ ആ ഒരു ഇക്വേഷനകത്ത് സാറ്റിസ്ഫൈ ചെയ്യില്ല എന്നുള്ളത് മനസ്സിലായി. അടുത്ത നോക്കിക്കേ, ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ആണ്. അപ്പൊ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. അപ്പൊ മൈനസ് എ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? സൈൻ എക്സ് ആകുമ്പോൾ കോസ് എക്സ് ആണല്ലോ. അപ്പൊ മൈനസ് എ കോസ് എക്സ് വരും. കോസ് എക്സ് ആകുമ്പോഴത്തേക്കും മൈനസ് ബി സൈൻ എക്സ് എന്ന് വരും അല്ലെ. സോ ആൻസർ മൈനസ് എ കോസ് എക്സ് മൈനസ് ബി സൈൻ എക്സ് അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കിട്ടി അല്ലേ? അപ്പൊ നമുക്ക് ആ ഇക്വേഷൻ അതോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് വൈ ആണ് ക്വസ്റ്റ്യൻ ഫസ്റ്റ്. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് വൈ എന്താ നോക്കാം. സോ മൈനസ് എ കോസ് എക്സ്. മൈനസ് എ കോസ് എക്സ് എന്ന് പറയുമ്പോൾ എ കോസ് എക്സ് അവിടെ ഉണ്ട് അല്ലേ? അപ്പൊ അവിടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം അത് സെറ്റ് ആവും എന്നുള്ളത്. മൈനസ് എ കോസ് എക്സ് മൈനസ് ബി സൈൻ എക്സ്. ദെൻ വൈ എന്ന് പറയുന്നത് എന്താ? എ കോസ് എക്സ് പ്ലസ് ബി സൈൻ എക്സ് അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ നോക്കിയേ, എ കോസ് എക്സ് വരുന്നുണ്ട് അല്ലെ? എ കോസ് എക്സ് വരുന്നുണ്ട്. എ കോസ് എക്സ് വരുന്നുണ്ട്. സോ എ കോസ് എക്സ് മൈനസ് ആണ്, ഇത് പോസിറ്റീവ് ആണ്. ഇത് പോസിറ്റീവ് വരുന്നുണ്ട് അല്ലെ? മൈനസ് എ കോസ് എക്സ്, സോറി ഇവിടെ മൈനസ് ബി ആണ് കേട്ടോ. ഓക്കെ, സോ ഇത് മൈനസ് ബി ഉണ്ട്, ഇത് പ്ലസ് ബി ഉണ്ട്. സോ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്താ കിട്ടുന്നത്? 0 ആണ്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഏത് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് ഇത് എന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഓപ്ഷൻസ് നോക്കുക. ഡി സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ ഡി സ്ക്വയർ കണ്ടുപിടിക്കുക, ഡി വൈ ആണെങ്കിൽ ഡി വൈ കണ്ടുപിടിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ ആണല്ലോ? ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കലല്ലേ? ഓക്കെ അല്ലേ? ശരി, അടുത്ത നോക്കിയേ, ഫൈൻഡ് ദ സൊല്യൂഷൻസ് ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 2y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഗിവൻ ദാറ്റ് y ഈസ് ഈക്വൽ ടു 0 ദെൻ എക്സ് ഈസ് ഈക്വൽ ടു 1. ഇനിയിപ്പോൾ ഞാൻ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാം. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്താൽ മതി? എക്സിന്റെയും വൈയുടെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുമല്ലോ. 3 മാർക്കിന്റെ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, വർക്ക്ഔട്ട് ചെയ്യുക. നെക്സ്റ്റ്, solve the differential equation dy by dx is equal to x square plus y square by 2xy ആണ്. സോ അതും ചെയ്യേണ്ട ആവശ്യമില്ല. സേ 2013 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. dy by dx is equal to x square plus y square by 2xy ആണ്. എങ്ങനെയാണ് ചെയ്യുന്നത്? ഡി വൈയുടെ ടേംസും ഡി എക്സിന്റെ ടേമും കൂടെ ഒരുമിച്ചാക്കിയതിന് ശേഷം സോൾവ് ചെയ്താൽ മതി. അപ്പോൾ ഇനിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഏകദേശം നിങ്ങൾക്ക് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടാകും, എങ്ങനെയാണ് ചോദിക്കുന്നത് എന്നുള്ളതൊക്കെ അല്ലേ? അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഫുൾ എന്ത് ചെയ്യുക? നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സ് വൈ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ ക്യൂബ് മൈനസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പൊ ഇതിനകത്ത് ഡിഗ്രി ഓർഡർ എന്ന് പറയുന്നത് 2 ആയിരിക്കും, ഡിഗ്രി എന്ന് പറയുന്നത് അതിന്റെ പവർ എന്താണ്? 2 ആണ് അല്ലേ? അപ്പൊ അത് രണ്ട് നിങ്ങൾ ചെയ്യുക. നെക്സ്റ്റ്, ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻസ് ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ y log y dx മൈനസ് എക്സ് ഡി വൈ ഇസ് ഈക്വൽ ടു 0. അപ്പോ ജനറൽ സൊല്യൂഷൻ നമ്മൾ ഏകദേശം സെറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഫസ്റ്റ് 2 സ്റ്റെപ്സ് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. y log y dx അല്ലേ? y log y dx ആണ്. അടുത്തത് x dy is equal to 0. x dy is equal to 0. രണ്ട് സൈഡിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. y log y dx is equal to x dy എന്ന് കൊടുത്തു. ഇനി എക്സിന്റെ ടേംസ് എക്സിനും വൈയുടെ ടേംസ് വൈക്ക് വേണം. ഇതിനകത്ത് നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷന്റെ ഒരു സ്റ്റെപ്പ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതിയത്. ചിലപ്പോൾ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ സ്റ്റെപ്പ് മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ആ സ്റ്റെപ്സ് ഒന്ന് കാണിക്കാം. അപ്പോൾ അത് നോക്കിയോ, എക്സ് നമുക്ക് ഇവിടെ കൊണ്ടുവരും അല്ലേ? അപ്പോൾ 1/x dx is equal to y log y നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാമല്ലോ. സോ 1/y log y dy എന്ന് കിട്ടും. ഇനി രണ്ട് സൈഡ് എന്ത് ചെയ്യുക? ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രൽ 1/x dx നിങ്ങൾക്ക് ഓക്കെ ആണ്, log x ആണ് ആൻസർ നിങ്ങൾക്ക് അറിയാം. ഇവിടെ നോക്കിക്കേ, 1/y log y എന്ന് വന്നു. ഇവിടെ നമുക്ക് log y ന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം. log y is equal to
ടി എന്ന സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം. ലോഗിന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 1/y dy is equal to dt എന്നല്ലേ? ഓക്കെ, അപ്പൊ നോക്കിക്കോ, ഇന്റഗ്രൽ 1/y dy എന്ന് പറയുന്നത് dt ആണ്. 1/log y എന്ന് വെച്ചാൽ 1/t കൊടുക്കാമല്ലോ. അപ്പോ log x ഇവിടെ നമുക്ക് log c എന്ന് അങ്ങ് കൊടുക്കാം കേട്ടോ. log c is equal to 1/t വരുമ്പോൾ log t വരും, log t എന്ന് വരും. സോ log x plus log c വന്നാൽ log x into c അല്ലേ? x into c. log t means log of log y അല്ലേ? log of log y ആണ്. സോ രണ്ട് സൈഡിൽ നമുക്ക് ലോഗ് ക്യാൻസൽ ചെയ്ത് കളയാം. സോ എക്സ് സി ഇസ് ഈക്വൽ ടു ലോഗ് വൈ എന്നാണ് വരുന്നത്. എക്സ് സി ഇസ് ഈക്വൽ ടു ലോഗ് വൈ. എക്സ് സി ഇസ് ഈക്വൽ ടു ലോഗ് വൈ. ഓക്കെ ആണല്ലോ? ഇങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അടുത്ത നോക്കിക്കേ, find the integrating factor of the differential equation x into dy by dx minus y is equal to 2x square. ഇത് നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത് കൊണ്ട് മാത്രം ഞാൻ ആ സ്റ്റെപ്സ് ചെയ്തതേ ഉള്ളൂ. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ വർക്കൗട്ട് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. If cos x into dy by dx plus y sin x is equal to tan square x 2010 ഒരു ചോദ്യമാണ്. Is a differential equation then finds order, degree and general solution. അപ്പോൾ ഡിഗ്രി, ഓർഡറും ജനറൽ സൊല്യൂഷൻ ആണ്. ഇനി അത് പറയേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസ് എല്ലാം വർക്ക്ഔട്ട് ചെയ്യുക. ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ ഇതിനകത്ത് എടുത്ത് കൊടുത്തിട്ടുണ്ട്. റിപ്പീറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതിയെടുക്കുക. ആദ്യത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ തന്നെയാണ് ചെയ്തത് അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ തനിയെ ചെയ്ത് നോക്കുക. 2010 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. അടുത്ത നോക്കിക്കേ, d square y by dx square is equal to cos x ആണ്. 2007 ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓർഡറും ഡിഗ്രിയും ചോദിച്ചിട്ടുണ്ട്. വീണ്ടും ഈ ക്വസ്റ്റ്യൻ ഫെമിലിയർ ആണല്ലോ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ കുറേ പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടെന്ന് മിസ് പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് അത്രയും ഇമ്പോർട്ടൻറ്റ്. 2007 ചോദിച്ചിട്ടുണ്ട്. എത്ര വർഷം മുന്നത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഓക്കെ, സോ അത് ചെയ്യുക. സോ നമ്മൾ ഏകദേശം 2007 വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഈ ഒരു ഇന്നത്തെ സെഷനിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എത്ര വർഷം മുന്നേ വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഇവിടെ വർക്ക്ഔട്ട് ചെയ്തെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. സോ ഡിഫറൻഷ്യൽ ഇക്വേഷനകത്തുള്ള ഏകദേശം നമുക്ക് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഇന്നത്തെ സെഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും എക്സാമിന് വേണ്ടിയിട്ട് ഈ ഒരു ചാപ്റ്റർ നല്ല രീതിയിൽ പഠിച്ചിട്ട് തന്നെ പോവുക. മിസ് ആദ്യത്തെ കുറേ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. വർക്കൗട്ട് ചെയ്ത് തരാത്ത എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ തനിയെ ചെയ്ത് നോക്കുക. ആൻസർ ഒന്നും ഇതിനകത്ത് ഇല്ല എന്ന് പറഞ്ഞിട്ട് ചെയ്യാണ്ടിരിക്കരുത്. ക്ലാസ് കണ്ടതിന് ശേഷം തനിയെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന്. നിങ്ങൾക്ക് സ്വയം ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് അപ്പോൾ കിട്ടും. സോ ഈ എക്സ്ട്രാ ആയിട്ട് മിസ് കൊടുത്തിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. സോ എക്സാമിന് നല്ല രീതിക്ക് തന്നെ ഈ ഒരു ചാപ്റ്റർ പഠിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഇതിനപ്പുറത്തോട്ട് ഒരു ക്വസ്റ്റ്യൻസും വരില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ നിങ്ങൾ എല്ലാവരും എക്സാം പോയി എഴുതുക. ഓക്കെ, സോ എക്സാം വരാൻ പോവുകയാണ്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.